ഒന്നിലും പാവം പുരുഷൻ ഒന്നുമില്ല, കൈ കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാ കുറ്റവും സ്ത്രീകളുടെ കുറ്റമാണ് അല്ലേ? ഞാൻ ചോദിക്കുന്നത്, ലജ്ജയില്ലേ ഒരു ജേർണലിസ്റ്റിന് എന്നോട് ചോദിക്കാൻ സ്ത്രീ സമൂഹം ഇത് സമ്മതിച്ചിട്ടല്ലേ എന്ന്? പ്രത്യേകിച്ച് BJP കേന്ദ്രം ഭരിക്കുന്നിടത്തോളം എനിക്ക് പുരുഷനാവാനാണ്. പുരുഷ വിദ്വേഷമുണ്ടെന്ന്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം കേൾക്കുമ്പോൾ എങ്ങനെ വിദ്വേഷം വരുന്നത്? പൗരുഷം എന്ന ടോക്സിക് ആയിട്ടുള്ള ഒരു സങ്കല്പം ഇല്ലാതിരുന്നാൽ എത്ര മനോഹരമായിരിക്കും ലോകം എന്നുള്ള ഒരു അന്വേഷണമാണ്. എനിക്ക് സത്യത്തിൽ പുരുഷനോ സ്ത്രീയോ എന്നുള്ളൊരു വ്യത്യാസമേ എനിക്കില്ല. മതം എപ്പോഴും അകത്തു നിന്നാണ് ആക്രമിക്കുന്നത്. ഈ പുരുഷന്മാരുടെ ലോകത്തിനകത്തെ ഏറ്റവും നാർസിസ്റ്റിക് ആയിട്ടുള്ള പുരുഷന്മാരാണ് പത്രപ്രവർത്തകർ. ഈ വിവാഹം എന്നത് ഏതെങ്കിലും തരത്തിൽ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? കടലാസിൽ ഒപ്പിടുന്നത് എപ്പോഴും റെസ്ട്രിക്ഷനാണ്. ഇന്ന് ഇവിടെ ഒരു സ്ത്രീ സമൂഹം ഉണ്ടോ? സമൂഹം പുരുഷൻ്റേതാണ്. തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ലൈക്ക് ജേർണലിസം കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ഫസ്റ്റ് ഫ്യൂ ലേഡി ജേർണലിസ്റ്റുകളിൽ ഒരാളാണ്. KR മീര എന്നുള്ള ബൈലൈൻ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളതാണ് ജേർണലിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ആ ഒരു വീട്ടിൽ താല്പര്യം ഇല്ലായിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. അപ്പം അവിടെ ആ ഒരു കഥ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അതായത് എഴുത്തുകാരിയാവണം എന്നുള്ളൊരാഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു 10-17 വയസ്സൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി ഈ ഫിക്ഷൻ എഴുത്തിൽ എനിക്ക് അത്ര ശോഭിക്കാനുള്ളൊരു സാധ്യതയില്ല എന്ന് തോന്നി. കാരണം അന്നത്തെ എഴുത്തുകാരെല്ലാം വളരെ പ്രസിദ്ധരാണ്, വളരെ ശക്തമായൊരു കഥ ലോകം ഒന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇടയിൽ എനിക്കെന്ത് ഇടം എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലയെന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഗാന്ധിഗ്രാമിൽ ജേർണലിസം കോഴ്സിനെ പറ്റി കേൾക്കുന്നത്. ജേർണലിസം അതിന് ആ സമയത്ത് തന്നെ ഈ ചിത്ര സുബ്രഹ്മണ്യത്തിൻ്റെയും അനിത പ്രതാപിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്കാലം തൊട്ടേ എന്തെങ്കിലും വ്യത്യസ്ത, എനിക്ക് എല്ലാ സ്ത്രീകളും ചെയ്യുന്ന ടീച്ചിങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോലി അല്ലാതെ മറ്റെന്തെങ്കിലും ആവണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ജേർണലിസം എനിക്ക് പറ്റിയൊരു ഫീൽഡാണ്. കാരണം ഭാഷ എനിക്ക് എൻ്റെ ഭാഷയെക്കുറിച്ച് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. എനിക്ക് ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലാണതെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയിലാണ് ഞാൻ ജേർണലിസം പഠിക്കാനൊരു സാധ്യത എന്ന നിലയിൽ ഗാന്ധിഗ്രാമിലേക്ക് പോകുന്നതും. അവിടെ MA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സിനാണ് ചേർന്നത്. അപ്പോൾ അതിൽ വളരെ യാദൃശ്ചികമാണ്, മധുര ഇന്ത്യൻ എക്സ്പ്രസ്സിലായിരുന്നു, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പിലായിരുന്നു എൻ്റെ ജേർണലിസം ഇൻറ്റേൺഷിപ്പ്. അപ്പോൾ 2 ദിവസം വൈകിയാണ് ഞാൻ ഇൻറ്റേൺഷിപ്പിൻ്റെ ക്ലാസ്സിന് വരുന്നത്. സുബ്രഹ്മണ്യം എന്ന് പറയുന്ന വളരെ സീനിയറായിട്ടുള്ള എഡിറ്ററായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നത്. അപ്പോൾ ഇദ്ദേഹം വൈകി വന്ന സ്റ്റുഡൻ്റ് എന്ന നിലയിൽ വളരെ പരുഷമായിട്ടാണ് ആദ്യത്തെ ക്ലാസ്സിൽ എന്നോട് പെരുമാറുന്നത്. അപ്പോൾ തലേന്ന് പഠിപ്പിച്ച എഡിറ്റിംഗ് നിയമങ്ങളും ഒക്കെ വെച്ച് ഈ PTA UNAയുടെയും ടേക്കുകൾ നമുക്ക് എഴുതാൻ തരും, എഡിറ്റ് ചെയ്യാൻ തരും. അങ്ങനെ ഞാൻ വൈകിയാണല്ലോ ചെന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാവർക്കും കൊടുത്ത കൂട്ടത്തിൽ എനിക്കും കിട്ടിയ ഒരു UNAയുടെ ഒരു ടേക്ക്, എന്നിട്ട് അത് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു പത്രം വായിച്ചുള്ളൊരു ശീലം കൊണ്ട് ഞാനിത് എഡിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം പിറ്റേന്ന് ക്ലാസ്സിൽ വന്നപ്പോൾ ഈ എഡിറ്റിങ്ങിൻ്റെ മാർക്ക് എല്ലാവർക്കും, ഈ പേപ്പർ എല്ലാവർക്കും തിരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ പേപ്പർ മാത്രം കിട്ടിയില്ല. അപ്പോൾ ഞാൻ എഴുന്നേറ്റെന്ന് ചോദിച്ചു, സാർ എൻ്റെ പേപ്പർ കിട്ടിയില്ല. അപ്പോൾ ഓരോരുത്തരെ അടുത്ത് വിളിച്ച് എന്തൊക്കെയാണ് തെറ്റുകളെന്ന് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ടെൽ യു, കാരണം നിങ്ങൾ എഴുതിയത് ഇറ്റ് വാസ് ബെറ്റർ ദാൻ വാട്ട് വി പബ്ലിഷ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അതാണ് എനിക്ക് വലിയ സന്തോഷം. അത് കഴിഞ്ഞപ്പോൾ ശരിക്കും ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ ഉടനെ അവിടെ പെയ്ഡ് അപ്രൻറ്റീസായിട്ട് ജോയിൻ ചെയ്യാനായിട്ടൊരു ഓഫർ ഉണ്ടായിരുന്നു. അവർക്കന്ന് സ്റ്റാഫ് വളരെ കുറവായിരുന്നു. പക്ഷേ MAക്ക് എല്ലാ പേപ്പറും ക്ലിയർ ചെയ്ത 2 പേർ മാത്രമേ അന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നുള്ളൂ. ഞാനും മറ്റൊന്നും വേറൊരു മലയാളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഡീനിന് ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ എന്നെക്കാളൊരു 100 മാർക്കിന് പിന്നിലായിരുന്നു രണ്ടാമത്തെ ആൾ. അപ്പോൾ അതുകൊണ്ട് ഡീനിന് എന്നെ അങ്ങനെ പെട്ടെന്ന് ഒരു ജോലിക്ക് പറഞ്ഞു വിടാൻ താല്പര്യമില്ലാതിരുന്നതുകൊണ്ട് പിന്നെ എനിക്ക് മധുരയിൽ
വലിയ താല്പര്യം തോന്നിയില്ല. മധുരയിലെ അന്നത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് നമുക്ക് നടന്നു പോകാനൊന്നും വയ്യ, ഭയങ്കര അഴുക്കാണ്. വളരെ നമ്മൾ സാധാരണ കേരളത്തിൽ കാണുന്ന ഒരു ഹൈജീനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്തിനധികം പറയുന്നു, ജീവിതം ആ ഒരു തീരുമാനം റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയാം. അങ്ങനെ ഞാൻ ഇന്നേഴ്സിൽ അതിൽ ജോയിൻ ചെയ്തില്ല. പിന്നെ MA കംപ്ലീറ്റ് ചെയ്യാറായപ്പോഴാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട്, എൻ്റെ സീനിയറായിട്ട് പഠിച്ചിരുന്ന വി ജയകുമാർ, ഇപ്പോൾ മാതൃഭൂമിയിലെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്ററാണ്, ഡെപ്യൂട്ടി പീരിയോഡിക്കൽസിൻ്റെ എഡിറ്ററാണ്, ഡെപ്യൂട്ടി എഡിറ്റർ. അദ്ദേഹം എനിക്ക് മനോരമയിലേക്ക് ജേർണലിസ്റ്റ് ട്രെയിനീസിനെ വിളിക്കുന്ന ഒരു ഇത് അയച്ചു തന്നു, പേപ്പർ ക്ലിപ്പ് അയച്ചു തന്നു. അപ്പോൾ അത് 2 ദിവസം 3 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപേക്ഷിക്കാൻ. വന്ന് രാത്രിയിൽ കറണ്ടൊന്നും ഇല്ലാതിരുന്നൊരു രാത്രിയാണ്. ഗാന്ധിഗ്രാമിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വരാൻ വളരെ, ഇതൊരു കുഗ്രാമമാണ് ശരിക്കും, ഡിണ്ടിഗൽ മധുര റോഡ് സൈഡിൽ. അങ്ങനെ അവിടെ ഇരുന്ന് അന്ന് രാത്രിയിൽ ഇരുന്ന് എഴുതിയുണ്ടാക്കിയ ഒരു കുറിപ്പ്, ഒരു ലേഖനം സഹിതമാണ് ഇത് അപേക്ഷിക്കുന്നത്. ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട് വൈവ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വൈവ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴേക്കും എനിക്ക് എഴുത്ത് പരീക്ഷയ്ക്ക് വിളിച്ചുകൊണ്ടുള്ള കത്ത് വന്നു. അപ്പോൾ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസം മറ്റായിരുന്നു. ഓടിപ്പോയി പരീക്ഷ എഴുതി. അപ്പോൾ പരീക്ഷ എഴുതാൻ ചെല്ലുമ്പോൾ അന്ന് ഒപ്പം എഴുതിയ ഒരു മത്സരാർത്ഥി പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് വെറുതെ എഴുതാൻ വന്നത്, ഇവിടെ സ്ത്രീകളെ ഒന്നും എടുക്കില്ല. TKG നായരുടെ മകൾ പോലും എഴുതിയിട്ട് ഇൻ്റർവ്യൂ വരെ വന്നിട്ട് തട്ടിക്കളഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായി, എന്തിനാണ് നമ്മളെ വിളിച്ച് വെറുതെ പരിഹസിക്കുന്നത്. കാരണം എനിക്കാണെങ്കിൽ കുറേ വാശികളുണ്ടായിരുന്നു. ആദ്യമായിട്ട് പ്രേമിക്കുന്ന ആളിനെ കല്യാണം കഴിക്കണം, ആദ്യമായിട്ട് അപേക്ഷിക്കുന്ന ജോലിക്ക് പ്രവേശനം കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ വിവരക്കേടുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അന്നത് കിട്ടില്ല എന്നുള്ള ഉറപ്പിൽ പിന്നെ എല്ലാവരും നിർബന്ധിച്ചത്, അമ്മയൊക്കെ നിർബന്ധിച്ചത് എന്താണൊരു പരീക്ഷ എന്നറിയാമല്ലോ എന്ന രീതിയിലാണ് അന്ന് പോയത്. പിന്നെ അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂവിന് ക്ഷണം കിട്ടി. അപ്പോഴും ഞാനത് പോകുന്നില്ല, എന്നെ വെറുതെ ഇൻ്റർവ്യൂവിന് പരാജയപ്പെടുത്തുക എന്നുള്ളത്, ഇൻ്റർവ്യൂവിന് പോയിട്ട് തോറ്റുവോ വന്നു എന്നുള്ള ഒരു സങ്കടമൊന്നും സഹിക്കാൻ വയ്യ. അപ്പോൾ പിന്നെ പറഞ്ഞു, എങ്ങനെയാണ് ഇൻ്റർവ്യൂ എന്നുള്ളത് അറിയാമല്ലോ, ഒരു ട്രെയിനിങ് ആയിട്ട് എടുത്താൽ മതിയെന്ന്. എന്തോ ഇൻ്റർവ്യൂവിന് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രൊഫഷണലി സെലക്റ്റഡ് എന്ന് പറഞ്ഞു കത്ത് വന്നു. പിന്നെ അങ്ങനെ ജോയിൻ ചെയ്തു. അപ്പോഴാണ് ഞാൻ ശരിക്കും അറിയുന്നത് അവിടെ വേറെ സ്ത്രീകളൊന്നും ഇല്ല എന്നുള്ളത്. ആദ്യത്തെ എങ്ങനെയായിരുന്നു? ഒരുപാട് എന്താ പറയുക, ആദ്യത്തെ സ്ത്രീ എന്നുള്ള നിലയിൽ ഒരുപാട് തടസ്സങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് ഈ പുരുഷന്മാരുടെ ലോകത്തിനകത്തെ ഏറ്റവും നാർസിസ്റ്റിക് ആയിട്ടുള്ള പുരുഷന്മാരാണ് പത്രപ്രവർത്തകർ. ഇവരുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ല ഞാൻ പറയുന്നത് എല്ലാവരും നല്ല കേട്ടോ, നിങ്ങൾക്കെങ്കിലും അത് അങ്ങനെയല്ല, നിങ്ങൾക്കെങ്കിലും അത് മനസ്സിലാവണം. നമ്മളിപ്പോൾ പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നും പറയുമ്പോൾ 100% പുരുഷന്മാർ നല്ലല്ലോ. നമ്മൾ കണ്ടിട്ടുള്ള ആളുകളിൽ എന്നുള്ള മട്ടിൽ വളരെ അപൂർവമായിട്ട് നമ്മൾ എക്സെപ്ഷൻസിനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി അത് പറഞ്ഞിട്ടും കുഴപ്പമില്ല. ഞാനവിടെ ചെല്ലുമ്പോൾ മിക്ക ആളുകൾക്ക് ഇത് എന്തിനാണ് ഈ പെങ്കൊച്ച് ഇങ്ങോട്ട് വന്നതെന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. അതങ്ങനെ അല്ലാതിരുന്ന 2-3 പേരുണ്ട്. അത് ഓഫ് കോഴ്സ് അന്നത്തെ മാനേജിങ് ഡയറക്ടർ മാമൻ മാത്യു സാറിന് വലിയ ആഗ്രഹമായിരുന്നു അവിടെ സ്ത്രീകളുണ്ടാവണമെന്ന്. പിന്നെ അന്ന് ന്യൂസ് എഡിറ്ററായിരുന്ന ജോസ് പനച്ചിപ്പുറം, പിന്നെ തോമസ് ജേക്കബ് സാർ അന്ന് അസിസ്റ്റൻ്റ് എഡിറ്ററായിരുന്നു. അവർക്കൊക്കെ ഒരു പുതുമ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ് അന്ന് അത് സാധ്യമായത്. പക്ഷെ മൊത്തത്തിൽ ഞാൻ ആലോചിക്കുമ്പോൾ അവർക്ക്, ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, അവർക്ക് ഒരു വളരെ ഒരു അസ്വാഭാവികവും ഒരു സ്ത്രീയുടെ സാന്നിധ്യം വളരെ എന്താണ്, ഒട്ടും ഡിസ്കംഫർട്ടും ഒട്ടും സന്തോഷമില്ലാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അന്നൊക്കെ എനിക്ക് താമസ സൗകര്യമൊക്കെ വളരെ കുറവായിരുന്നു. അന്ന് കോട്ടയത്ത് തന്നെ പ്രത്യേകിച്ചും കർഫ്യൂ ഇല്ലാത്ത ഹോസ്റ്റലുകളില്ല. അപ്പോൾ ഈ 9:30 ഇവിടെ 9:30 വരെ നമ്മളൊരു എക്സ്റ്റൻഷൻ വാങ്ങിയിരുന്നു. 9:30 നമ്മളുടെ പോയി കഴിഞ്ഞിട്ടാണ് അവരൊന്ന് സമാധാനിക്കുന്നത്. ശല്യം പോയി എന്നുള്ള മട്ടിലായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല പരിശീലനം അവിടെയാണ് ലോകത്ത് ജീവിക്കാൻ. കാരണം പലതരം മനുഷ്യരെ, നമ്മളീ മനുഷ്യരെന്ന് പറയുമ്പോഴേ, മനുഷ്യരെന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് മനുഷ്യരെന്ന് പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു ലോകമാണ്. പക്ഷേ കുറച്ച് മുതിർന്നു കഴിഞ്ഞ് ഒരു തൊഴിലെടുക്കാനൊക്കെ തുടങ്ങുമ്പോഴാണ് മനുഷ്യരെന്ന് പറഞ്ഞാൽ ആദ്യം പുരുഷൻ പിന്നെ സ്ത്രീ വരുന്നുള്ളൂ എന്നുള്ളത്. അത് ഒരു ട്രെയിനിങ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ്
കുറേ കാലം എടുത്തു അവരുടെയൊക്കെ മനസ്സ് നമ്മളും ഈ ലോകത്തിൻ്റെ അവകാശികളാണെന്നും ഞങ്ങൾക്കും കുറച്ച് സ്ഥലം തന്നേ തീരുമെന്നും ഒക്കെ ബോധ്യപ്പെടുത്താൻ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ രസമാണ്, പക്ഷേ അന്ന് അതത്ര രസമായിട്ട് തോന്നിയിട്ടില്ല. എന്താ മാറിയിട്ടുണ്ടോ? അല്ല, എനിക്കിപ്പോൾ അറിയില്ല, നിങ്ങളൊക്കെ അല്ലേ പറയേണ്ടത്. എങ്ങനെയുണ്ട് രാജേഷിന്, എന്താ തോന്നുന്നത്? മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ടോ? അത് മാറണമെങ്കിലേ ഇതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന, കീ ഡിസിഷൻസ് എടുക്കുന്ന, ഭരണം നടത്തുന്ന പുരുഷന്മാരുടെ മൈൻഡ് സെറ്റ് മാറണം. അങ്ങനെ മാറിയിട്ടുണ്ടോയെന്ന് നിങ്ങളൊക്കെ സ്വയം ചോദിച്ച് അതിൻ്റെ ഉത്തരം എനിക്കാണ് പറഞ്ഞു തരേണ്ടത്. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്. എഴുത്തിന്റെ ലോകത്തും അന്നും പ്രശസ്തരും ടോപ്പിൽ നിൽക്കുന്നത് വലിയ വലിയ എഴുത്തുകാരാണുങ്ങൾ തന്നെയാണ് അല്ലേ? ഒരു മാധവിക്കുട്ടിയാണ് എക്സെപ്ഷൻ. സാറ ജോസഫ് ഉണ്ടായിരുന്നില്ലേ? ഗ്രേസി ടീച്ചർ ഉണ്ടായിരുന്നില്ലേ? ചന്ദ്രമ ടീച്ചർ ഉണ്ടായിരുന്നില്ലേ? എന്താ അതൊക്കെ മറന്നു വന്നു? ഇതിൽ പ്രശ്നം ഇതാണ്, നമ്മൾ അന്നും ഇന്നും 10 മികച്ച ആളുകളുടെ പേരെടുക്കാൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന 9 പേരുടെയും പുരുഷന്മാരുടെ പേരുകളായിരിക്കും. പിന്നെ നമുക്ക് തോന്നും, അയ്യോ ഇതിനകത്തൊരു സ്ത്രീയെങ്കിലും വേണമല്ലോ, മോശമാണല്ലോ എന്ന് വിചാരിച്ച് നമ്മളൊരു സ്ത്രീയെ അത്യാവശ്യം തട്ടിക്കൂട്ടിയെടുക്കും. ആ സ്ത്രീ, ഇവർ കുഴപ്പമില്ല, ഇവർ പ്രശ്നമില്ല, മറ്റവർ അഹങ്കാരിയാണ്, അവരെ വേണ്ട, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ 10 പേരെ വിളിക്കുമ്പോൾ ചൂസ് ചെയ്യുന്നത്. അവൾ ഭയങ്കര തൻ്റെടിയാണ്, അവൾ വേണ്ട, അവൾ ഭയങ്കര പ്രശ്നക്കാരിയാണ്, അവളിപ്പോൾ അങ്ങനെ വലുതാവണ്ട എന്നൊക്കെ പറയുന്ന ഒരു മാനദണ്ഡം നമ്മൾ അപ്ലൈ ചെയ്യും. നമ്മളെന്ന് വെച്ചാൽ നമ്മളെ ഉൾപ്പെടുന്ന ലോകം. ഇനിഷ്യൽ ഡേയ്സിലാണ് ഈ അതെ. ഇനീഷ്യൽ ഡേയ്സ് അല്ല, വിവാഹ ജീവിതത്തിൻ്റെ ഒന്ന് നോക്കണം, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഇൻസിഡൻ്റ് ഇതാണ്, ഞാൻ രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ വളരെ തൊട്ടടുത്ത സ്ഥലത്താണ് താമസം. കോട്ടയം അറിയാമോ? കണ്ടോ, ഈ ഇത്രയും വലിയ ജേർണലിസ്റ്റായിട്ട് കോട്ടയം അറിയില്ല എന്ന് പറഞ്ഞാൽ കോട്ടയം ലാൻഡ് ഓഫ് ലെറ്റേഴ്സായിട്ട്. സത്യം എപ്പോഴും പറയണം, സത്യം മാത്രമേ പറയാവുന്നതാണ്. അതായത് ഞങ്ങളന്ന് താമസിച്ചിരുന്നത് മനോരമ ഓഫീസിന് തൊട്ടടുത്ത്. കാരണം എനിക്കന്ന് കുട്ടിയുണ്ടായിട്ട് അധികം കാലമായിട്ടില്ല. അപ്പോൾ എനിക്ക് ആസ്മയൊക്കെ ഉള്ളതുകൊണ്ടും കുഞ്ഞിന് അടുത്ത് ഉണ്ടെങ്കിൽ ഫീഡ് ചെയ്യാനുള്ള എളുപ്പം ഉള്ളതുകൊണ്ടൊക്കെയാണ് ഞങ്ങളങ്ങനെ ഒരു വാടക വീടെടുത്ത് അവിടെ താമസിക്കുന്നത്. അപ്പോൾ 9:30 ആയപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും 4 മണിക്ക് തുടങ്ങുന്ന പേജ് 9:30 നമ്മൾ ക്ലോസ് ചെയ്യും. അങ്ങനെ അത് ക്ലോസ് ചെയ്തിട്ട് വീട്ടിലേക്ക് ഓട്ടോ പിടിച്ചാണ് പോകുന്നത്, വളരെ അടുത്താണെങ്കിൽ പോലും. ശരിക്കും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ചെറിയൊരു ഇറക്കമാണ് അന്ന് താമസിച്ചിരുന്ന വീട്ടിലേക്കുള്ളത്. എങ്കിൽ പോലും അവിടെ കുറച്ച് ഭാഗം ഒരു ഇരുട്ട് മൂടിക്കിടക്കുന്നത് കൊണ്ട് പോകാൻ വളരെ ഭയം ഉണ്ടായിരുന്നു. ആ ഭയം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാലോ എന്നുള്ളൊരു ഭയമാണ്. ഉണ്ടായാൽ എന്തെന്നുള്ളതല്ല പ്രശ്നം, ഉണ്ടാകുന്നത് പോലും ഭയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഓട്ടോ പിടിച്ചാണ് പോകാറുള്ളത്. പക്ഷേ അന്നത്തെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ അവിടെ ആളുകളൊക്കെ നടക്കുന്നുണ്ട്, പിന്നെ ലൈറ്റുണ്ട്, ഒരു വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ അവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റിലേക്ക് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നടന്നു പോയേക്കാം, തൊട്ടടുത്താണല്ലോ എന്ന് വെച്ച് ഞാൻ നടന്ന് ഈ പാർക്ക് ചെയ്തിരുന്ന ഈ സാധനങ്ങൾ ഇറക്കുന്ന വണ്ടിയുടെ മുമ്പിലും എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുന്ന കുറച്ച് ഇരുൾ മൂടിയ ഒരു ഇടവഴിയുടെ ഇടയ്ക്കുമായിട്ട് എന്നെ പിന്തുടർന്ന് വന്ന ഒരു കാറ് വളരെ സ്ലോ ചെയ്ത് മുന്നിൽ കൊണ്ടു നിർത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ചെറിയൊരു പ്രശ്നമാണല്ലോ എന്ന് തോന്നി. കാരണം അതിന് മുമ്പിൽ ഇരുട്ടുള്ള വഴിയാണ്, അതിൻ്റെ ബാക്കിലും എൻ്റെ വശത്തും ഇരുട്ടാണ്. അപ്പം ഞാൻ ഈ കാർ ഒഴിഞ്ഞു പോകാൻ നേരം ഇതിനകത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ 2-3 പേരുണ്ടതിൽ തലയിട്ട് വരുന്നോ കയറ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്നങ്ങ് ഭയങ്കരമായിട്ട്, നമ്മൾ ആ സമയത്ത് വല്ലാതെ ക്ഷുഭിതയായി. എന്താ എവിടെ, നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിച്ച് ഞാൻ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ഇവരങ്ങ് വിട്ടുപോയി. അപ്പം ഞാൻ പെട്ടെന്ന് ധൃതിയിൽ, എനിക്ക് കണ്ണൊന്നും കാണാൻ വയ്യ. ആ സമയത്താണ് പലപ്പോഴും നമ്മൾ സ്ത്രീകളെ ചോദ്യം ചെയ്യുമല്ലോ, നിങ്ങൾ എന്താണ് അവിടെ ആ മൊമെൻറ്റിൽ എന്താണ് റിയാക്ട് ചെയ്യാതിരുന്നത്, നിങ്ങൾ എന്തിനാണ് പരാതിപ്പെടാൻ ഇത്ര സമയം എടുത്തതെന്ന്. ആ സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട്. നമ്മൾ തന്നെ വിഘടിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. കുറച്ചു നേരം ഈ ക്ഷോഭവും ഒരുതരം
വല്ലാത്തൊരു പതർച്ചയും എല്ലാം കൂടി കുറച്ച് നേരം കഴിയണം ഇത്. അപ്പം ഞാൻ പെട്ടെന്ന് അത് ഈ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ നമ്പർ എഴുതിയെടുക്കുക എന്നുള്ളത് ഒരു ഓർമ്മ വന്നിട്ട് ഞാൻ പെട്ടെന്ന് നമ്പർ എഴുതി. അപ്പോൾ പോകുന്ന പോക്കിൽ ഈ ജി എന്നുള്ളത് ഞാൻ 6 എന്നാണ് എഴുതിയെടുത്തത്. ആ ജി ഒക്കെ അന്നത്തെ കാലത്ത് ഇങ്ങനെ. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന ഉടനെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എന്നെ അടിമുടി വിറയ്ക്കുകയാണ്. അപ്പോൾ ഓഫീസിലാണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ചും അന്ന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ഏത് വാർത്തയും വളച്ചൊടിക്കപ്പെടാം, സ്ഥാപനത്തിനെതിരെ ഉപയോഗിക്കപ്പെടാം. അപ്പോൾ അതിന് നമ്മളൊരു കാരണമാകുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് നമ്മുടെ ഉള്ളിലത് അവിടെ കിടപ്പുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ വിഷമം ഇതിന് നാളെയും ആവർത്തിച്ചാലോ, എനിക്കൊരു ദിവസവും അതുവഴി നടന്നു വരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ദിലീപ് അന്നെന്തോ യാത്രയിലാണ്. ദിലീപിനെ വിളിച്ചിട്ട് അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല. ദിലീപിനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായി, എനിക്ക് പരാതി കൊടുക്കണം. അപ്പോൾ ദിലീപ് പറഞ്ഞു SP നമ്പർ ഞാൻ സംഘടിപ്പിച്ച് തരാം, SP വിളിച്ച് നേരിട്ട് പറയാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത് വിളിക്കാൻ നേരം എനിക്ക് ഭയങ്കരമായ അരക്ഷിതാവസ്ഥയായി. കാരണം ഞാൻ പ്രതീക്ഷിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാണ് ആ സമയത്ത് നടന്നത്, ഒരു സ്ത്രീ എന്തിനാണ് രാത്രിയിൽ നടന്നതെന്നുള്ള ചോദ്യം പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. പക്ഷേ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സർ, എൻ്റെ ഡ്യൂട്ടി ഇങ്ങനെ കഴിഞ്ഞു, അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ലൈറ്റ് ഉണ്ടായിരുന്നു, അവിടെ ആളുകളുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മാഡം ഞാനതൊന്നും നിങ്ങളോട് ചോദിച്ചില്ല, നിങ്ങൾ ഈ പറയുന്ന സ്ഥലം കോട്ടയത്തിൻ്റെ ഹൃദയഭാഗമാണ്, അവിടെ അങ്ങനൊരു സംഭവം ഉണ്ടായിക്കൂടാ. 9:30 അല്ല 12:30 ആയാലും ഒരു സംഭവം ഉണ്ടായിക്കൂടാ. നിങ്ങൾക്ക് ഏത് സമയത്തും തനിച്ച് നടന്നു പോകുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്. അതിന് കുഴപ്പം വരാതെ നോക്കുക ഞങ്ങളുടെ ജോലിയാണ്, ഞങ്ങളുടെ ജോലി ഞങ്ങൾക്ക് വിട്ടേക്കുക. എനിക്ക് ഭയങ്കരമായൊരു സന്തോഷം തന്ന ഒരു അനുഭവമാണ്. നമുക്ക് ഒരു സിറ്റിസൺ എന്ന നിലയിൽ നമ്മൾ നഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ്, നമ്മൾ അനുഭവിക്കാതെ പോകുന്ന റൈറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ഓർമ്മ ഉണ്ടാക്കി തന്നൊരു സംഭവം കൂടെയാണ്. അതാണത് ആ കഥ. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നെ വിളിച്ച് ചോദിച്ചു. ഞാനത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അതിൻ്റെ പിറ്റേ ദിവസം ഒരു 11:30 എന്നെ വിളിച്ചു. നിങ്ങളിങ്ങനെ SP ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നില്ലേ? അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു, വണ്ടി ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ആ വണ്ടി ഞങ്ങളുടെ വളരെ തലപ്പത്തുള്ള ഒരാളുടെ വീട്ടിലേക്ക് പച്ചക്കറി സപ്ലൈ ചെയ്യുന്ന പച്ചക്കറി ഹോൾസെയിൽ വ്യാപാരിയുടെ മകൻ്റെ വണ്ടിയായിരുന്നു. അപ്പോൾ പിന്നെ അദ്ദേഹം കാൽ പിടിച്ചു. അങ്ങനെ ഇനി ആ പയ്യനെ കൊണ്ട് അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഞാനൊക്കെ കോടതിയിലേക്ക് കയറി ഇറങ്ങണ്ടേ, ലീവ് എടുത്ത് പോകണ്ടേ. അന്ന് നമ്മളുടെ അറിയാമല്ലോ, നമുക്ക് ആ തുടക്കത്തിൽ അതൊക്കെ ആലോചിച്ചിട്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അത് പരാതിയില്ലയെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അത് SP-ക്ക് വലിയ ദേഷ്യമായിരുന്നു, അത് പരാതി തുടർന്ന് നടപടി എടുത്തില്ല എന്നുള്ളത്. പക്ഷെ അതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു നമുക്ക് പ്രതികരിക്കുന്ന ആ ആവേശത്തോടെ നമുക്ക് കോടതിയിലേക്ക് പോവുക വലിയ പ്രയാസമാണ്. കാരണം കോടതിയിലെത്തിക്കഴിഞ്ഞാൽ കഥ മാറും. പലപ്പോഴും ഇത് വളരെ നീണ്ട പോകുന്ന സംഗതികളുണ്ടല്ലോ. ഇപ്പോൾ അതിന് ശേഷം വന്ന പല കാര്യങ്ങളിലും എനിക്കത് തോന്നിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു എഴുത്തുകാരനിലേക്ക് താങ്കൾ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരൻ എന്ന നിലയ്ക്കല്ല, എഴുത്തുകാരി എന്ന നിലയ്ക്കെന്ന് പറയും. എഴുത്തുകാരി എന്ന നിലയ്ക്ക് താങ്കൾ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരികളുടെ ഒരു അല്ല, അപ്പോൾ എഴുത്തുകാരുടെ എന്ന് പറയണ്ടേ? കണ്ടോ, ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ പുരുഷന്മാരുടെ ലോകമാണ് തന്നെ ഞാൻ പറഞ്ഞതിന്റെ കൃത്യമായൊരു താങ്കളുടെ തന്നെ പ്രൊട്ടഗോണിസ്റ്റുകളെല്ലാം സ്ത്രീകളാണ്. കാരണം താങ്കൾക്ക് സ്ത്രീയാണ് പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് മനുഷ്യരല്ലേ ആവേണ്ടത്? അങ്ങനെയല്ലേ ആകേണ്ടത്? അങ്ങനെയല്ല, മനുഷ്യരല്ലേ ആകേണ്ടത്? അങ്ങനെ ഓക്കെ, ശരി, തീർച്ചയായും ഞാൻ പറയുന്നത് ഒരു എഗ്രി ചെയ്യുന്നു. ഞാൻ ചോദിച്ചത് ആ ഒരു തലത്തിലേക്ക്, ഇപ്പോൾ എഴുത്തുകാരെ താങ്കളെ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരുടെ ഒരു തലത്തിലേക്ക്, അതൊരു ഓട്ട മത്സരം എന്ന നിലയ്ക്കില്ല, ആ രീതിയിൽ എന്താ അവരുടെ ഒരു തലത്തിലേക്ക് ഞാൻ പറയാം. ഇത് ആനകളുടെ സ്വഭാവവിശേഷം നമുക്കറിയാമല്ലോ. ആന കാട്ടിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറയും. ആനയുടെ ജീവിതം തന്നെ അങ്ങനെയാണ്. അത് നടന്ന് 2 മണിക്കൂർ നിന്നുറങ്ങി വീണ്ടും നടന്ന് അതൊരു വൃത്തം പൂർത്തിയാക്കുന്നത് പോലെയാണ്. സത്യത്തിൽ ഈ സാഹിത്യരചന എന്ന് പറയുന്നത് ഏതാണ്ട് അതുപോലെയാണ്.
നമ്മളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളെ ഇത് ഒരു വളരെ ജൈവികമായൊരു ചോദന നമ്മളെ നടക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ വട്ടത്തിൽ നടന്ന്, ചിലപ്പോൾ ചതുരത്തിൽ നടന്ന്, ചിലപ്പോൾ നീളത്തിൽ നടന്ന്, ചിലപ്പോൾ തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തി വീണ്ടും നടന്ന്, അതിനല്ലാതെ ഇതിൻ്റെ കൂടെ ആരുണ്ടെന്നോ അല്ലെങ്കിൽ വഴി ഏതെന്നോ അല്ലെങ്കിൽ ആരൊപ്പം വരുന്നു എന്നുള്ളതോ ഒന്നുമല്ല അതിനകത്തെ പ്രശ്നം. യു ആർ സപ്പോസ് ടു വാക്ക്, യു ആർ ടു കീപ്പ് ഓൺ വാക്കിംഗ്, ദർ ഇസ് നോ അതർ വേ. ഈ ജേർണലിസം വിട്ടിട്ട് ഫുൾ ടൈം റൈറ്റിങ്ങിലോട്ട് മാറുമ്പോൾ അതിനുള്ള ഒരു സ്ഥിരം വരുമാനമുള്ള ജോബാണ് ജേർണലിസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു റിസ്ക് ആണല്ലോ എടുക്കുന്നത്. അതിനുള്ള ധൈര്യം എങ്ങനെ? അതിൽ ധൈര്യം വരുന്നില്ല. ഈ ദുർവാശിയും ദുരഭിമാനമൊക്കെ ഉണ്ടല്ലോ, അത് മാത്രമേ. നല്ല ഈഗോ ഉള്ള ആളാണ്. നല്ല ഈഗോ ഉള്ള ആളാണ്. ഈഗോ ഇല്ലെങ്കിൽ, പക്ഷേ ഇപ്പം ഈഗോ എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ, തുടക്കത്തിലൊക്കെ ഈഗോ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെപ്പറ്റി ഒരു സംശയം ഉള്ളപ്പോഴാണ്. ഇത് ശരിക്കും എനിക്ക് കഴിവുണ്ടോ, ശരിക്കും എനിക്ക് ഇവർ ചോദിക്കുന്ന, ഇവർ പറയുന്നത് ശരിയാണോ, എന്നിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ളൊരു സംശയത്തിൻ്റെ ഇതിൽ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു വിശാലമായൊരു കാഴ്ചപ്പാടിൽ അവരും നമ്മളും തമ്മിലുള്ള പാരസ്പര്യത്തെപ്പറ്റി ബോധം ആവും. അപ്പോൾ ഈ ഒരു സൂഫി കവിത, ദർവീഷിൻ്റെ ഒരു കവിതയെ പറയുന്നത് പോലെ, പ്രണയി വന്ന് പ്രണയിനിയുടെ വാതിൽക്ക മുട്ടുന്നു. അപ്പോൾ പ്രണയിനി ചോദിക്കുന്നു, നീ ആരാണ്? അപ്പോൾ പ്രണയി പറയുന്നു, ഞാനാണ്. അപ്പോൾ പ്രണയിനി പറയുന്നു, ഇല്ല, ഇവിടെ സ്ഥലമില്ല. അപ്പോൾ പ്രണയി തിരിച്ചു പോയിട്ട് വീണ്ടും തിരിച്ചു വരുന്നു, വീണ്ടും മുട്ടുന്നു. പ്രണയിനി ചോദിക്കുന്നു, നീ ആരാണ്? അപ്പോൾ ഉത്തരം പറയുന്നു, നീയാണ്. അപ്പോൾ വാതിൽ തുറക്കുന്നു. ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ദർ ഇസ് നോ അതർ എന്നുള്ള ഓരോർമ്മ വരുമ്പോൾ നമുക്ക് അത് മറികടക്കാൻ പറ്റും. അത് മറികടക്കുന്നതിലേക്ക് എത്തുന്നതിന് വലിയ വഴിയുണ്ടായിരുന്നു, ഒരുപാട് യാതനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ചോദിച്ചത് എങ്ങനെയാണ് ധൈര്യം വന്നതെന്നാണല്ലോ. അതിലെന്ത് ധൈര്യം എന്നുള്ളതൊന്നുമില്ല, നാളെ പറ്റിയുള്ള തീരുമാനമൊന്നുമില്ല. എനിക്ക് ഒരു കാര്യം നല്ല ഉറപ്പായിരുന്നു, ഞാനങ്ങനെ പട്ടിണി കിടന്ന് മരിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ എഴുതി തന്നെ ജീവിക്കും. എന്തെഴുതിയാലും ഞാൻ വായനക്കാരെ കൊണ്ട് വായിപ്പിക്കും. അന്ന് ഞാൻ എഴുത്തിലേക്ക് തിരിയുന്ന സമയത്ത് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻസ് എന്ന് പറയുന്നത് നോവലുണ്ടായിരുന്നു, ലേഖനങ്ങളുണ്ടായിരുന്നു, പത്രപ്രവർത്തനം ഉണ്ടായിരുന്നു, സീരിയലിന് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഞാൻ ജീവിക്കുന്നുള്ളത് ഉറപ്പായിരുന്നു, അത് എഴുതി തന്നെ ജീവിക്കുന്നുള്ളത് ഉറപ്പായിരുന്നു. നമ്മൾ ഈ ജേർണലിസം ആണെങ്കിലും എഴുത്താണെങ്കിലും അത് ആദ്യം പറഞ്ഞ പോലെ തന്നെ അതൊരു പുരുഷന്മാരുടെ ലോകം തന്നെയാണ്. എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പോഴല്ല, മാറിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല എഴുത്ത് ഒരിക്കലും അല്ല. എൻ്റെ ബലമായ വിശ്വാസം ഇതൊക്കെ ഏത് നല്ല ബുദ്ധിയുള്ള ഭാവനയുള്ള പെൺകുട്ടികൾ പറഞ്ഞു കൊടുത്ത കഥകളാണ് പലരും. അതാവാം. പക്ഷെ നമ്മൾ ഈ ആദ്യമായിട്ട് വരുന്ന സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, നമുക്ക് പ്രൂവ് ചെയ്യാൻ ഭയങ്കരമായ ഒരു പ്രഷർ നമ്മുടെ മുകളിലുണ്ട്. അതിപ്പോൾ നമ്മളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും, എഴുത്തിലാണെങ്കിലും ജേർണലിസത്തിലാണെങ്കിലും ഒക്കെ. അപ്പം അതിൻ്റെ കൂടി ഭാഗമാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഈഗോ എന്ന് പറഞ്ഞൊരു സംഭവം പോലും. അപ്പം ആ ഒരു പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ടോ? ഈ നമ്മൾ ആസ് എ വുമൺ റൈറ്റർ എന്നുള്ള പ്രയോഗത്തിൽ തന്നെ ചോദിക്കുകയാണ്, പ്രൂവ് ചെയ്യാനുള്ള പ്രഷർ ഒരു മെയിൽ റൈറ്ററിനേക്കാളും എപ്പോഴും കൂടുതൽ സ്ത്രീകളുടെ മുകളിലാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതിനെപ്പറ്റി വേറെ ചോദ്യം ഉണ്ട്. അങ്ങനെ ഒരു പ്രഷർ തോന്നുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ഓരോന്നും എഴുതുമ്പോൾ വല്ലാതെ ഉണ്ട്, ഓരോ ദിവസവും ഉണ്ടത്. ഞാൻ എൻ്റെ സമപ്രായക്കാരായ അല്ലെങ്കിൽ എൻ്റെ സമകാലികരായ എഴുത്തുകാരേക്കാൾ എൻ്റെ അധ്വാനം കൊണ്ടും എൻ്റെ പ്രതിഭ കൊണ്ടും എൻ്റെ ഭാവന കൊണ്ടും ഒക്കെ മികച്ചു നിൽക്കണം എന്ന്, മികവ് തെളിയിക്കണം എന്നുള്ളൊരു ഭാരം എൻ്റെ മേലെപ്പോഴും ഉണ്ട്, എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. അതിൽ നിന്ന് ഇതുവരെ രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. അതൊരു ജെൻഡറിൻ്റെ ഭാരമാണോ? ജെൻഡറിൻ്റെ ഫലമല്ല, നമ്മളെ അങ്ങനെ കണ്ടീഷൻ ചെയ്തു പോയി. എൻ്റെ കുട്ടിക്കാലം മുഴുവൻ അങ്ങനെ ജീവിച്ചു പോയി. പിന്നെ നമുക്കതിൽ നിന്ന് ഊരി വരാൻ ഭയങ്കര പ്രയാസമാണ്. അതൊരു തരം ഒരു ചർമ്മത്തിൻ്റെ ഒരാവരണം പോലെയാണ്. അത് തൊലി ഉരിച്ച് കളഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു തോന്നും.
ഒരു മൗൾട്ടിങ് കൊണ്ടും അത് പറ്റുന്നില്ല. അതേപോലെ ഇപ്പോൾ കെയർ മീര എന്നുള്ള പറയുന്ന പേര് ഒരു പാൻ ഇന്ത്യൻ നെയിമാണ്, ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മളൊരു തീം ചൂസ് ചെയ്യുമ്പോൾ അതൊരു പാൻ ഇന്ത്യൻ നേച്ചറുള്ള തീം ആവണം, അങ്ങനെ ഒരു ചിന്ത ഇപ്പം ഉണ്ടോ? അങ്ങനെ ഒരു ചിന്ത വരാറുണ്ട്? കാരണം ഭയങ്കരമായി റൂട്ടഡ് ആയിട്ടുള്ള ഒരു കേരള സ്പേസിൽ നിന്നുകൊണ്ടല്ലാതെ കഥ എഴുതേണ്ടി വരിക, അങ്ങനെ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു പ്രഷർ അങ്ങനെ ഉണ്ടോ? ഇല്ല, അങ്ങനെ എഴുതാനും പറ്റില്ല. എന്നാൽ ഞാനിനി ഒരു പാൻ ഇന്ത്യൻ കഥ എഴുതിക്കോളാം എന്ന് വിചാരിച്ചിട്ട് എഴുതാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ഒരു അംബീഷൻ അനുസരിച്ച് ചിലപ്പോൾ നമ്മളിതിന് മറികടന്ന് വേറെ ആരും പറയാത്തൊരു കാര്യം ചിന്തിക്കാൻ ആഗ്രഹിക്കും. ഇപ്പൊ സിത്താര മാം പറഞ്ഞ പോലെ പല കഥകളുടെയും സെറ്റിങ് നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഭാഗങ്ങളായിരിക്കാം. അതെന്താണ് ആ ഒരു റിലീജിയസ് ഏത് നോവലിന്റെ മീരാസാദു പോലെ മീരാസാദു ഉണ്ടാകുന്നത് തന്നെ അങ്ങനെ ഒരു യാത്രയിലാണ്. പിന്നെ അത് നോർത്ത് ഇന്ത്യയിലല്ലാതെ പറയാൻ പറ്റാത്തൊരു കഥയാണ്. മനസ്സിലായില്ലേ? എല്ലാവിധ പ്രണയവും ഗംഗോത്രി എന്ന് പറയുന്ന ഒരു ആ യാത്ര, മല കയറലാണ് അതിൻ്റെ തീം. അതുകൊണ്ട് അവിടെയാണ്. അപ്പോൾ ഘാതകൻ എന്ന് പറയുന്ന നോവൽ വലിയ നോവലാണ്. അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ തുടങ്ങി ഒരു സ്ത്രീയുടെ യാത്രയാണ്. അപ്പം എൻ്റെ ജനറേഷനിലെ ഒരു സ്ത്രീ കേരളത്തിൽ അവർ ജനിച്ച് വളർന്ന കുഗ്രാമത്തിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാധ്യത വളരെ കുറവാണ്. നമ്മൾ അന്ന് തൊട്ടുള്ള ആളുകളെല്ലാവരും തന്നെ പല സ്ഥലത്തും പോകുന്ന ആളുകളാണ്. അപ്പോൾ ആ യാത്ര അതിനകത്ത് വന്നേ പറ്റൂ. അതല്ലാതെ ഇപ്പോൾ നേത്രോൺമീലിനെ എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായും കേരളത്തിൽ തന്നെ നടക്കും. ചെറുകഥകൾ അധികവും മതി, പക്ഷെ നോവലുകളുടെ കോണ്ടെക്സ്റ്റ് നോവലുകളിലെ ആരാച്ചാർ കൃത്യമായും കൊൽക്കത്തയുടെ ഒരു സാഹചര്യത്തിൽ എഴുതിയതാണ്. അത് അവിടെ മാത്രം നടക്കുന്ന ഒരു കഥയാണ്. കൊൽക്കത്ത അതിലെ ഒരു കഥാപാത്രമാണ്. പിന്നെ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ എവിടെയാണ്? അത് കേരളത്തിൽ തന്നെയല്ലേ? ഞാനങ്ങനെ ചിന്തിക്കാറില്ല. ഇപ്പോൾ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ സ്വാഭാവികമായിട്ടും ആരാച്ചാർ ഏതാണ്ട് എന്നെ പെൻഗ്വിനിൽ നിന്ന് അന്നത്തെ കമ്മീഷൻ എഡിറ്റർ വിളിച്ചിട്ട് നിങ്ങൾ ഇതുവരെ എഴുതിയതും ഇനി എഴുതാനുള്ളതും എല്ലാം ഞങ്ങൾ പബ്ലിഷ് ചെയ്തോളാം എന്ന് പറയുന്ന സമയത്ത് എഴുതുന്ന പുസ്തകമാണ് സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ സിതാര ചോദിച്ച അല്ലെങ്കിൽ ഹന്ന ചോദിച്ച ചോദ്യത്തിൻ്റെ വ്യംഗ്യം അതാണെങ്കിൽ ഈ പാൻ ഇന്ത്യൻ അങ്ങനെയല്ല. പക്ഷേ എന്നെ അലട്ടുന്ന ചില സംഗതികൾ പറയാനായി നമുക്ക് പരിചയമുള്ള ഒരു ഭൂമിക തേടി പോകുമ്പോൾ പലപ്പോഴും ഇത് കേരളത്തിന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പം അതൊരു നാച്ചുറലി സംഭവിക്കുന്നതാണ്. ജേർണലിസം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഓരോ കഥ എഴുതുമ്പോഴും ആ ബാക്ക്ഗ്രൗണ്ടിൽ പോയി ജീവിതത്തെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ഉറങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന പോലും ജേർണലിസമാണ്, മീഡിയയാണ്. അതുകൊണ്ട് അതില്ലാതെ പക്ഷെ ഞാൻ അതെനിക്ക് ഭയങ്കര ഒരു ത്രില്ല. എൻ്റെ ഉള്ളിൽ ഈ ദുർമരണപ്പെട്ടു പോയ ഒരു ജേർണലിസ്റ്റിൻ്റെ പ്രേതമുണ്ട്. അതുകൊണ്ടായിരിക്കും എന്നെ അതെപ്പോഴും ഇങ്ങനെ അലയാനും യാത്ര ചെയ്യാനും സദാ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. കേട്ടില്ലല്ലേ? ശ്രദ്ധിച്ചില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് സെറ്റിംഗ് ആദ്യം നിശ്ചയിച്ചിട്ട് ആ സെറ്റിംഗിൽ പോയി വിസിറ്റ് ചെയ്യുക, അതോ ഓരോ സ്ഥലം സന്ദർശിച്ച് അവിടുന്ന് ഒരു കഥ എടുക്കുവാണ്? എങ്ങനെയാണ്? രണ്ടും സംഭവിച്ചിട്ടുണ്ട്. മീരാസാധു എന്ന നോവൽ എഴുതുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ആഗ്രയും വൃന്ദാവനും കാണുന്നു. അതായിരുന്നു അതിൻ്റെ സെറ്റിംഗ്. ആ വൃന്ദാവനിൽ പോകുമ്പോഴാണ് ആദ്യമായിട്ട് അവിടെ ഈ വിധവകൾ ശ്രീകൃഷ്ണനെ ഹരിക്കാൻ മാത്രം ഇരിക്കുന്ന മീരാ സാധു എന്നാണ് നമ്മുടെ അന്നത്തെ ഗൈഡ് പറഞ്ഞു തന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇതായിരുന്നു. എൻ്റെ പേര് മീര എന്നായതുകൊണ്ടും അന്നെൻ്റെ ജന്മദിനമാണ്. അപ്പോൾ ഒരു ജന്മദിന സമ്മാനം എന്ന പോലെയാണ് എനിക്ക് ദിലീപ് എന്നെ അവിടെ കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ ഇത് ഭയങ്കരമായിട്ട് വളരെ സെൻസിറ്റീവായ ഒരാളാണ്. അപ്പോൾ ഇതെന്നെ വല്ലാതെ ബാധിച്ചു. അതിന് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അതിന് തൊട്ട് തലേ ദിവസം ഞാനൊരു വല്ലാത്ത സ്വപ്നം കണ്ടു. എൻ്റെ പഴയ നഷ്ടപ്പെട്ട വീട്, പിന്നെ വീട്ടിലെ മരം, അവിടെ ഒരു വലിയ സർപ്പം, ഒരു കാളസർപ്പം ഇങ്ങനെ ഭയങ്കരമായിട്ട് പത്തി വിടർത്തിയിരിക്കുന്നു. ഇത് അതേ സർപ്പത്തെ ഞാൻ ആ ടെമ്പിൾസിലൊന്നിൽ കാണുകയാണ്. അപ്പം ഞാൻ ദിലീപിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു സാധനമാണ് പറഞ്ഞത്. എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. എന്താണത്? എൻ്റെ ഏത് സബ് കോൺഷ്യസ്
പ്രവർത്തനമാണ് എന്നെ ഇവിടുന്ന് അവിടേക്ക് വലിച്ചതെന്നുള്ള ഒരു അത്ഭുതം തോന്നി. അങ്ങനെയാണ് ആ കഥ എഴുതുന്നത്. ആ കഥയെപ്പറ്റി എന്തെങ്കിലും എഴുതും. പക്ഷെ കഥ എഴുതാൻ വേണ്ടി പോയത് തീർച്ചയായിട്ടും കൊൽക്കത്ത. അത് കഥ എഴുതാൻ വേണ്ടി പോയതാണ്. ഈ കലാച്ചി എന്ന് പറയുന്നത് കസഖ്സ്ഥാനിലെ ഒരു ഗ്രാമമാണ്. അവിടെ സംഭവിച്ച ഒരു സംഗതിയാണ് ഈ സ്ലീപ്പ് ഹോളോ, നിദ്രാവ്യാധി എന്ന് പറയുന്ന, അതവിടെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് അവിടെ പോകേണ്ടി വരും. അപ്പോൾ അത് അല്ലാതെ റൈറ്റിംഗിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്? എനിക്കൊന്ന് ചോദിച്ചതിൻ്റെയും ഞങ്ങളുടെ റൈറ്റിംഗിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്? യു കം അക്രോസ് ആൻ ഐഡിയ, അത് കഴിഞ്ഞിട്ട് അത് അതിൽ റിസർച്ച് ചെയ്യുകയാണോ ചെയ്തത്? ഞാൻ പറഞ്ഞത് അതിനൊരു പ്രത്യേക ഒരു സ്ഥിരം ടെംപ്ലേറ്റ് ഇല്ല. ഓരോ സംഗതിയും, ഓരോ നോവലും ഓരോ പുസ്തകവും സംഭവിച്ചിട്ടുള്ളത് ഓരോ രീതിയിലാണ്. ഉദാഹരണത്തിന് കലാച്ചിയുടെ സ്പാർക്ക് കിട്ടുന്നത് 2013 ആരാച്ചാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഭയങ്കര നിരാശ, വിഷാദരോഗം, വളരെ വല്ലാത്ത ഒരവസ്ഥയിലിരിക്കുമ്പോൾ ഈ ചാനലുകൾ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ടെലിവിഷൻ ചാനൽ, എനിക്കൊന്ന് റഷ്യൻ TV ആണെന്ന് തോന്നുന്നു, അതിൽ ഒരു മഞ്ഞ് മൂടിയൊരു പ്രദേശം കാണിക്കുന്നു. അപ്പോൾ എനിക്ക് മഞ്ഞ് ഭയങ്കരമായ ഒരു താല്പര്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ അവിടെ സ്ലീപ്പിംഗ് ഡിസോർഡർ, ഒരു സ്ലീപ്പിംഗ് വില്ലേജ് എന്നൊരു സബ് ടൈറ്റിൽ കാണുന്നു. അപ്പം ഞാനത് എന്താണെന്ന് അന്വേഷിക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് കലാച്ചിയിൽ, കസഖ്സ്ഥാനിൽ അസ്തനയിൽ നിന്ന് ഏതാണ്ട് 600 കിലോമീറ്റർ അകലെയുള്ള ഈ ഗ്രാമത്തിൽ ജനങ്ങൾ ദിവസങ്ങളോളം ഉറങ്ങി വീഴുന്നു. അവർക്ക് വേറെ ഒരു കുഴപ്പമില്ല, അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ദിവസങ്ങൾ, ചിലപ്പോൾ ആഴ്ചകൾ നീണ്ട ഉറക്കം. ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ ഉറങ്ങി വീഴുന്നു, വഴിയെ നടന്നു പോകുന്നവർ ഉറങ്ങി വീഴുന്നു, വണ്ടി ഓടിച്ചു പോകുന്നവർ ഉറങ്ങി വീഴുന്നു. എന്നിട്ട് അവർ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്ക് പലതരം ശാരീരിക പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഞാനപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിനകത്തൊരു നോവലുണ്ട്. ഇതൊരു വലിയ മെറ്റഫറല്ലേ? ആളുകൾ ഉറങ്ങുക, ദിവസങ്ങളോളം ഉറങ്ങുക, എന്നിട്ട് കഴിഞ്ഞ എന്താണെന്ന് ഓർമ്മയില്ലാതിരിക്കുക. അതൊരു വലിയ പൊളിറ്റിക്കൽ നോവലാണെന്ന് എനിക്ക് ആ നിമിഷം തന്നെ മനസ്സിലായി. പക്ഷേ ഇതെങ്ങനെ എഴുതണമെന്നോ ഇത് ഏത് വിധത്തിൽ എഴുതണമെന്നോ എനിക്കന്ന് അറിഞ്ഞൂടാ അതിനെപ്പറ്റി എഴുതും. പക്ഷേ എനിക്കറിയാമായിരുന്നു ഞാൻ ഇതിനെപ്പറ്റി ഒരു നോവൽ എഴുതും. പിന്നീട് ഞാനിതിങ്ങനെ റെഫർ ചെയ്തുകൊണ്ടേയിരുന്നു. അവിടെയാണ് ജേർണലിസം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അത് സംബന്ധിച്ച വാർത്തകൾ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മുടെ പൗരത്വ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നി, ഇത് ആ കഥ തന്നെയല്ലേ? ഷഹീൻ ബാഗിലെ മനുഷ്യരിങ്ങനെ ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് നമ്മളെ അലട്ടുന്ന ഒരു സംഗതിയായിരുന്നു. ആ സമയത്താണ് ഞാൻ കലാച്ചി എന്ന് പറയുന്ന ഒരു നോവൽ, അതിൻ്റെ ഒരു ഭൂമികയെപ്പറ്റി, അതിൻ്റെ ഒരു പ്രമേയത്തെപ്പറ്റിയൊക്കെ തീർച്ചപ്പെടുത്തുന്നത്. കലാച്ചി വിസിറ്റ് ചെയ്തിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോയി വിസിറ്റ് ചെയ്തു. കോവിഡ് അങ്ങോട്ട് കഴിഞ്ഞ സമയത്ത്, ഒരു അതിർത്തി തുറന്ന അതേ സമയത്ത്. ഞങ്ങൾ ഈ പറഞ്ഞ ട്രിഗർ വരുന്നത് മനസ്സിലായി. ഇതിന് അതിൻ്റെ ഒരു നോവലിൻ്റെ വഴികൾ എങ്ങനെയാണ്? അതായത് വെച്ചാൽ ഈ റിസർച്ചിൻ്റെ കൂടെ യു ഗെറ്റ് ന്യൂ ഐഡിയാസ്, ഇതെങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്? അത് ആദ്യം നമ്മൾ എഴുതി തുടങ്ങും. ആദ്യം ചില സമയത്തൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഇത് മറ്റാരോ ഇരുന്ന് നമ്മുടെ തലയിലിരുന്ന് എഴുതുന്നത് പോലെ തോന്നും. കുറേ നേരം നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കും. പക്ഷേ എഴുതാനിരിക്കുമ്പോൾ എന്തോ ഒന്നുണ്ട്. എനിക്ക് ഈ സ്ക്രീനില്ലേ, ഈ വൈറ്റ് സ്ക്രീനും ഞാനും കൂടി ഇരിക്കുന്ന ഒരു നിമിഷം എന്തോ ഒരു മാജിക്ക് സംഭവിക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പല കാര്യങ്ങളും ഓർമ്മ വരും. അല്ലെങ്കിൽ എനിക്ക് അറിയാമായിരുന്നു എന്ന് എനിക്കറിയാത്ത പല കാര്യങ്ങളും എനിക്ക് ഓർമ്മ വരും. ആദ്യം ഈ ഫീമെയിൽ റൈറ്റർ എന്നുള്ളതല്ല, ഒരു വുമൺ ഹൂ റൈറ്റ്സ് അല്ലെങ്കിൽ ഫീമെയിൽ ഹൂ റൈറ്റ്സ് എന്ന് പറഞ്ഞു. ഈ ഫീമെയിൽ റൈറ്റർ എന്നുള്ളത് അതുകൊണ്ട് അതിനോട് എന്താണ് പ്രശ്നം? എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റൈറ്റർ എന്ന് പറയുന്നു, അതാരെയാണ് പറയുന്നത്? അതൊരു ജനറിക് ടേം ആയിട്ട് അല്ല. റൈറ്ററിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എഴുത്തുകാരൻ എന്ന് വരും. മനസ്സിലായില്ലേ? റീഡറിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വായനക്കാരൻ എന്ന് വരും. ലോകത്തുള്ള സകല സംഗതികൾ എങ്ങനെയാണ്? വായനക്കാരൻ്റെ മനോനില, എഴുത്തുകാരൻ്റെ മനോനില, അല്ലേ? അത് നമ്മൾ തിരുത്തണമല്ലോ എവിടെന്നെങ്കിലും.
പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പൊ ഒരു സ്ത്രീ എഴുത്തുകാർ അല്ലെങ്കിൽ ഒരു സ്ത്രീയായ റൈറ്ററുടെ എഴുത്തുകാരികൾ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതെ, അപ്പോ ഈ അനുഭവങ്ങൾ ഇപ്പോഴും വ്യത്യസ്തമാണല്ലോ. ഇപ്പൊ ഒരു പുരുഷനായ റൈറ്ററുടെ എക്സ്പീരിയൻസസ് അല്ലല്ലോ. അതെ, പെണ്ണെഴുത്തുകാരി എന്ന് വിളിക്കുകയാണെങ്കിൽ ആണെഴുത്തുകാരൻ. അതെ, അവരുടെ അനുഭവങ്ങൾ ഇപ്പോഴും വ്യത്യസ്തമാണ്. ഇപ്പോ എന്താ, ഒരു ആൺ എഴുതാനിരിക്കുമ്പോൾ ഒരിക്കലും അവൻ അവന്റെ കുട്ടിയെ പറ്റി ചിന്തിക്കേണ്ട ഒരു വളരെ റെയർ ആയിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുള്ളൂ. പക്ഷെ ഒരു സ്ത്രീ എഴുതുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസിനെ ഒന്നുകിൽ മൂടി വെച്ചിട്ടോ ഒക്കെ ആയിരിക്കണം ഒരു സ്ത്രീ എഴുതുന്നത്. അപ്പൊ ഈ അനുഭവങ്ങൾ എപ്പോഴും വ്യത്യസ്തമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണല്ലോ ഈ രണ്ട് ടെർമിനോളജീസ് വരുന്നത്, രണ്ട് അനുഭവങ്ങളെയല്ലേ കാണിക്കുന്നത്. അതിനെ ഒരു പ്രശ്നമായി കാണേണ്ടതുണ്ടോ? ചിലപ്പോഴൊക്കെ എനിക്കത് തോന്നാറുണ്ട്, പ്രശ്നമായി കാണേണ്ടതുണ്ട്. കാരണം ഇത് പ്രശ്നമായി കാണേണ്ട സമയം അതിക്രമിച്ചു. ഈ പുരുഷന് കുട്ടികളെ പറ്റി ഒട്ടും വ്യാകുലപ്പെടേണ്ടതായിട്ടില്ലാത്ത ഒരവസ്ഥ എന്നത് ആ ഒരു ഘട്ടം മാറി വരികയാണ്. അത് മാറി വന്നാൽ മാത്രമേ സ്ത്രീകൾക്കും തുല്യ പങ്കാളിത്തം എന്നുള്ള ഒരവസ്ഥ കിട്ടുള്ളൂ. ആ തുല്യ പങ്കാളിത്തം കിട്ടണമെങ്കിൽ തുല്യ പങ്കാളിത്തമുള്ള അവസ്ഥയ്ക്ക് നമ്മളൊരു പേര് കണ്ടുപിടിച്ചേ പറ്റൂ, ഒരു വാക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അതിനെ നമ്മൾ അത്തരം അങ്ങനെ അല്ലാത്ത, അതായത് പരമ്പരാഗതമല്ലാത്ത അൺകൺവെൻഷനലായ ജീവിത സന്ദർഭങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിച്ചേ പറ്റൂ, അത് ഓർമ്മിപ്പിച്ചേ പറ്റൂ. അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ അത് ഓർക്കില്ല. നിങ്ങളും ഞാനും എല്ലാവരും അതൊരു പ്രയോഗത്തിൻ്റെ പരിചയം കൊണ്ട്, അതിപരിചയം ഉള്ള ഒരു സംഗതിയായി നമ്മളതിനെ എഴുതി തള്ളിയെന്ന് വരും. പക്ഷെ ഇതെവിടെയെങ്കിലും ചേഞ്ച് ചെയ്യണ്ടേ? ഇപ്പോൾ എത്രയോ അച്ഛന്മാർ വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കുന്നുണ്ട്. ചേതൻ ഭഗത്ത് ഉദാഹരണം, അദ്ദേഹം ഒരു വീട്ടച്ഛനായിട്ട് കുട്ടികളെ നോക്കിയിട്ടാണല്ലോ എഴുതുന്നു എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കുട്ടികൾ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി വ്യാകുലത ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും? ഇല്ല. അപ്പം ഞാൻ അപൂർവമാണ് അങ്ങനത്തെ ഒരു ഉദാഹരണങ്ങൾ. പക്ഷേ ഇപ്പോൾ ഈ പുതിയ കാലത്തെ അച്ഛന്മാരും അമ്മമാരും കുടുംബങ്ങളും ഒക്കെ ഒരു മാറ്റം നേരിടുന്ന ഒരു ഘട്ടത്തിലെങ്കിലും നമ്മളിതിനെ അഡ്രസ്സ് ചെയ്തേ പറ്റൂ. സിമോൺ ദി ബുബേ പറഞ്ഞതുപോലെ പുരുഷൻ്റെ പവർ പിടിച്ചെടുക്കലല്ല ഫെമിനിസത്തിൻ്റെ അർത്ഥം, മറിച്ച് ആ പവർ എന്ന നോഷൻ ഇല്ലാതാക്കുകയാണ്. എൻ്റെ ക്യാരക്ടേഴ്സും അതാ ചെയ്യുന്നത്. പവർ നിങ്ങളിൽ നിന്ന് എടുക്കുക, നിങ്ങളിൽ നിന്ന് വെച്ചാൽ എതിർ നിൽക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ പവർ ഇങ്ങോട്ട് എടുക്കുക എന്നല്ല. ആ പവർ എന്ന നോഷൻ ഇല്ലാതിരുന്നാൽ, പൗരുഷം എന്ന ടോക്സിക് ആയിട്ടുള്ള ഒരു സങ്കല്പം ഇല്ലാതിരുന്നാൽ എത്ര മനോഹരമായിരിക്കും ലോകം എന്നുള്ള ഒരു അന്വേഷണമാണ്. ആരുടെയും പവർ നമുക്ക് ആവശ്യമില്ല, പവറേ ആവശ്യമില്ല. അല്ല, മനസ്സിലായി. അപ്പം പക്ഷെ ഈ ഒരു വിമൻ, ഇതുപോലത്തെ ഒരു സ്ത്രീ ഒരു നമ്മുടെ സൊസൈറ്റിക്ക് പറ്റിയ സ്ത്രീയാണ്. പക്ഷെ ക്യാൻ ഓൾ വിമൻ ബി ലൈക്ക് ദാറ്റ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദേ ക്യാൻ. എല്ലാ പുരുഷന്മാർക്കും അതാവാൻ പറ്റും, എല്ലാ സ്ത്രീകൾക്കും അതാവാൻ പറ്റും. അത് അവരുടെ അതാണ് ഞാൻ പറയുന്നത്. ആ എഡ്യൂക്കേഷൻ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിതുവരെ നമ്മുടെ മുമ്പിൽ വിജയിച്ച മാതൃകകളായി നമുക്ക് സ്ത്രീകളില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ തന്നെ മാധവക്കുട്ടിയെ പറ്റി പറഞ്ഞു അല്ലേ, കമലാ സുരയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര പേര് അവിടെ തമസ്കരിക്കപ്പെട്ടു പോയി. എത്രയോ കാലമായി ഇവിടെ എഴുതിക്കൊണ്ടിരുന്ന, എനിക്ക് തന്നെ ഇപ്പോൾ പേര് എൻ്റെ നാവിൽ വരുന്നില്ല, കെ സരസ്വതി അമ്മ 1930കളിൽ നിശബ്ദയാക്കപ്പെട്ട സ്ത്രീയാണ്. അതിനു മുമ്പ് വളരെ ശക്തമായിട്ട് എഴുതിക്കൊണ്ടിരുന്ന കടത്തനാട്ട് മാധവിയമ്മ, തോട്ടക്കാട്ട് കാവ്മ, അങ്ങനെ എത്രയോ പേരുണ്ട്. ആ പേരുകളെല്ലാം മാഞ്ഞുപോയി. അവരെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതും, ഇത് വളരെ സാഹിത്യമാകട്ടെ, കലയാകട്ടെ, ശാസ്ത്രമാകട്ടെ, ഏത് വൈജ്ഞാനിക രംഗവുമാകട്ടെ, അവിടെ എല്ലാം സ്ത്രീ സാന്നിധ്യം, അവസരം കിട്ടിയ സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം അവരുടെ ഏറ്റവും നല്ല മികവ് പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളത് പഠിപ്പിക്കാതെ പോയി. അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി. നിങ്ങൾ നോക്കുന്നിടത്തെല്ലാം നമ്മൾ സ്ത്രീകളായ ശാസ്ത്രജ്ഞരെ പറ്റിയും സ്ത്രീകളായ ഗണിതജ്ഞരെ പറ്റിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ കുറച്ചിത് മാറും. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇത് പ്രത്യേകിച്ചും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഈ
എനിക്ക് സ്വാതന്ത്ര്യ സമരമാണോ അതിന് വഴിവെച്ചതെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും മികവ് നേടിയ, എന്തെങ്കിലുമൊക്കെ നേട്ടം കൈവരിച്ച, ത്യാഗം ചെയ്ത സ്ത്രീകൾ മാത്രമാണ് ആഘോഷിക്കപ്പെടേണ്ടതെന്നും അവർക്ക് മാത്രമാണ് എന്തെങ്കിലും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ യോഗ്യതയുള്ളതെന്നുമുള്ളൊരു തോന്നൽ പതിയെ പതിയെ നമ്മുടെ മനസ്സിലുണ്ടാകാൻ വഴിയുണ്ടായി. ഒരു സ്ത്രീ ഇന്ത്യയിൽ ജനിക്കുന്ന സമയത്ത് തന്നെ അവളിനി ഒന്നും ആയില്ലെങ്കിലും അവൾക്ക് ഹ്യൂമൻ ഡിഗ്നിറ്റി, ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിലുള്ള ഡിഗ്നിറ്റി അവൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള ഒരു ബേസിക് പാഠം നമുക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കണ്ടേ? ട്രാൻസ്ജെൻഡർ വ്യക്തികളെ പഠിപ്പിക്കണ്ടേ? നമുക്കറിയാം ഇപ്പോൾ ക്യൂർ റൈറ്റ്സിന് വേണ്ടിയിട്ട് എത്ര വേദനിച്ചും എത്ര പ്രയാസപ്പെട്ടുമാണ് ഇപ്പോഴും അവർ സമരം ചെയ്യുന്നു. ഒരു പരിഷ്കൃത സൊസൈറ്റിയിൽ ഇതിങ്ങനെ ഇങ്ങനെയാണോ വേണ്ടത്? ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതിൽ നമ്മുടെ മീഡിയ ഉത്തരവാദികളാണ്. അത് മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഞാൻ കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നും, നമ്മൾ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു കോസിന് വേണ്ടിയിട്ട് നിൽക്കാതെ നമ്മുടെ പ്രിവിലേജുകൾ നമ്മൾ ഏറ്റവും അനുഭവിക്കുകയും മറ്റുള്ളത് നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കാത്തിടത്തോളം വലിയ കുഴപ്പമില്ലാത്ത അനീതികളായി തുടരുകയും ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്നവരാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തന്നെ ഞാൻ ഇത്രയും കാലം ഇവിടെ ജീവിച്ചിരുന്ന ഒരാളെന്ന നിലയിൽ അപ്പോൾ ഇതൊക്കെ റിലീജിയൻ ഉണ്ട്. റിലീജിയനൊരു പങ്കുണ്ട്. റിലീജിയൻ എവിടുന്നാണ് വരുന്നത്? കുടുംബത്തിൽ. മതം എപ്പോഴും അകത്തു നിന്നാണ് ആക്രമിക്കുന്നത്. അത് ഞാൻ കലാച്ചിലെ ഒരു സെൻറ്റൻസാണ്. അതുകൊണ്ടാണ് ഈ കുടുംബമാണ് ഏറ്റവും വലിയ ഫാസിസ്റ്റിക്, ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുടുംബമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമുണ്ടോ? അതാണ് ഇതിന്റെയൊക്കെ ഈ പവർ സ്ട്രക്ചറിന്റെയൊക്കെ കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നതിന് ആവശ്യമുണ്ടോ ഇൻസ്റ്റിറ്റ്യൂഷൻ? ഇന്ന് കാണുന്ന സ്ട്രക്ചറിലൊരു കുടുംബം സത്യത്തിൽ പ്രയോജനത്തെക്കാൾ കൂടുതൽ ദ്രോഹമാണ് സമൂഹത്തിന് ചെയ്യുന്നത്. ഇന്ന് കാണുന്ന സ്ട്രക്ചറിലുള്ളൊരു കുടുംബം എങ്ങനെയാണ് വേണ്ടത്? ഒരു ഐഡിയൽ മനസ്സിലുള്ള ഒരു കുടുംബം, അത് എല്ലാവർക്കും വളരാനിടമുള്ള, എല്ലാവർക്കും ഈ വയലൻസ് അനുഭവിക്കാൻ അവസരമില്ലാത്ത, ഹിംസാത്മകതയില്ലാത്ത സംഭാഷണവും പെരുമാറ്റവും ജീവിതവും ഇടപെടലും ഒക്കെയാണ് ഒരു ഐഡിയൽ കുടുംബമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഒരു ഘട്ടത്തിലും നമുക്ക് വയലൻസ് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അത് വേർബലാവട്ടെ, ഫിസിക്കലാവട്ടെ, സ്പിരിച്വൽ ആവട്ടെ. ഇന്ന് നിലനിൽക്കുന്ന തരം കുടുംബങ്ങളിൽ ഈ അധികാരത്തിൻ്റെ ഒരു വിന്യാസം, ശ്രേണീകരണം വളരെ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വീടിന് പുറത്തും ഒരു ശ്രേണിയിൽ തന്നെ നിലനിൽക്കാൻ നമ്മൾ നമുക്കതാണ് ശീലം എന്നുള്ളത് കൊണ്ട് നമുക്കതാണ് സൗകര്യമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പണ്ടൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്നത്തെ കാലത്തെ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ വിവാഹം കഴിക്കത്തില്ലായിരുന്നു. ഈ വിവാഹം എന്നത് ഏതെങ്കിലും തരത്തിൽ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? കടലാസിൽ ഒപ്പിടുന്നത് എപ്പോഴും റെസ്ട്രിക്ഷനാണ്. കടലാസിൽ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാനും എഴുതാനും ഒക്കെ പറ്റിയ ഒരാളാണ്. അത് വേറെ. അതിന് കടലാസിൽ ഒപ്പിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ പ്രശ്നമില്ല. അത് എൻ്റെ കാര്യം മാത്രമല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രശ്നമാണ്. ഇന്ന് നിലവിലുള്ള തരത്തിലുള്ള സങ്കല്പം ഉണ്ടല്ലോ, ആ ഒരു സങ്കല്പത്തോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് പറഞ്ഞത്. വേറൊരു സംശയം ചോദിച്ചിട്ടുണ്ട്. ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് മാത്രമാണോ, അതോ ഒരു ബയോളജിക്കൽ ആംഗിൾ കൂടി അതിനോ? ഇത്ര വലിയ കടുകട്ടി ചോദ്യമൊക്കെ ഒരു പാവ എഴുത്തുകാരിയോട് ചോദിക്കാതെ എഴുത്തുകാർക്ക് ഇതൊന്നും അറിയില്ല. ഇത് നമ്മൾ ജെനറ്റിക്സ് പഠിച്ചിട്ടും മറ്റേ സുവോളജി പഠിച്ചിട്ടും പിന്നെ സോഷ്യോളജി പഠിച്ചിട്ടും ഒന്നും അല്ല. കഥകളിലെല്ലാം ഈ ഒരു ആംഗിൾ വരുന്നത് കൊണ്ടാണ് എഴുത്തിന്റെ ഒരു സുഖം. ഈ തിയറി ഒന്നും നമ്മൾ പഠിച്ചില്ലെങ്കിലും നമ്മൾ എഴുതുന്ന കഥകളും നോവലുകളും നിങ്ങൾക്ക് തിയറം വച്ചിട്ട് നിങ്ങൾക്കത് അനലൈസ് ചെയ്യാനും അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാനും സാധിക്കും. അതാണ് കഥ എന്നെ എപ്പോഴും അത്ഭുതകരമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നത്. ഒരു കഥ, ഒരു നോവൽ, നിങ്ങളൊരിക്കലും തിയറി അറിയുന്നില്ല. നിങ്ങളാകെ കാണുന്നത് ജീവിതം, മനുഷ്യർ, ജീവിതാവസ്ഥകൾ, മനസ്സിലായില്ലേ?
പക്ഷെ നിങ്ങൾ അതിനെ ആവിഷ്കരിക്കാൻ, നിങ്ങൾക്ക് അതിനെ ഒരു ശില്പമായി, ഒരു ചിത്രമായി ആവിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ തിയറം അവിടെ സോൾവ് ചെയ്യും, അത് അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യപ്പെടുന്നു. ഞാൻ വേറെ രീതി ചോദിച്ചപ്പോൾ ഈ നമ്മള് ആണത്വം, പെണ്ണത്വം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ മസ്കുലിൻ എനർജി, ഫെമിനൈൻ എനർജി, എനിക്ക് മനസ്സിലായി. അതായത് ഒരു സ്ത്രീക്ക് എന്തായാലും സ്ത്രീയുടേതാണെന്ന് നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള അലിവ്, അൻപ്, ഇതൊക്കെ സ്വാഭാവികമല്ലേ, അതല്ലേ, അങ്ങനെയല്ലേ ചോദിക്കുന്നത്. രണ്ടുപേർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ, അത് രണ്ട് പുരുഷന്മാരായാലും സ്ത്രീകളായാലും ക്യൂർ വ്യക്തികളായാലും, രണ്ടിലൊരാൾ ഡോമിനൻ്റ് ആവും എന്നുള്ള ഒരു തത്വമാണോ ഉദ്ദേശിച്ചത്? അതല്ല, അത് ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരാളായിരിക്കും എപ്പോഴും ഡോമിനന്റ്. അത് ആണാവണം പെണ്ണാവണം എന്നൊന്നും ഇല്ല. അത് ഡിപ്പെൻസ് ഓൺ ദോസ് ടു പേഴ്സണാലിറ്റീസ്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ നമ്മൾ മസ്കുലിൻ എനർജി, ഫെമിനൈൻ എനർജി എന്ന് പറയുന്ന രണ്ട് എനർജിയെ കുറിച്ച് നമ്മൾ കേൾക്കാറും സംസാരിക്കാറുണ്ട്. അത് വിശ്വസിക്കുന്നില്ലേ? അത് റിയൽ അല്ലേ? എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെ പഠിപ്പിച്ച് വെച്ച് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അതല്ലേ എന്ന് പരിശോധിച്ച് ജീവിക്കാൻ ഒരവസരവും കിട്ടിയില്ല. എന്നെ അങ്ങനെ തന്നെ പഠിപ്പിച്ച് 5ാം ക്ലാസ് മുതൽ ഫുൾ പാവാട ഇടിപ്പിച്ച് മരം കയറാതെ പിന്നെ പുരുഷന്മാരോട് സംസാരിപ്പിക്കാതൊക്കെ വളർത്തിയതാണ്. എനിക്ക് 55ാം വയസ്സിൽ നിന്നിട്ട് അതാണോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ച്, എനിക്കിഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്ത്, എനിക്കിഷ്ടമുള്ളതുപോലെ യാത്ര ചെയ്ത് ഒക്കെ വളരാൻ സമ്മതിച്ചിരുന്നെങ്കിൽ, എൻ്റെ പ്രായക്കാരായ ആൺകുട്ടികളുമായിട്ട് ഇടപഴകാൻ എന്നെ അനുവദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്കൊരു ഉത്തരം കാണുമായിരുന്നു. പക്ഷേ ഞാൻ പറയാം, 1960കളിൽ ബെൽജിയത്തിലാണെന്ന് തോന്നുന്നു ഒരു പരീക്ഷണം നടന്നതായിട്ട് വായിച്ചിട്ടുണ്ട്. അതായത് ഒരു ട്വിൻസിനെ അവർ രണ്ട് ആൺകുട്ടികളെയാണോ 2 പെൺകുട്ടികളെയാണോ, ഒരാളെ ആൺ ജെൻഡറായിട്ടും മറ്റേയാളെ പെൺ ജെൻഡറായിട്ടും വളർത്തി 15 വയസ്സായപ്പോഴേക്കും ആ ആൺകുട്ടിയായിട്ട് വളർത്തിയ ആ കുട്ടി കൃത്യമായ സ്വഭാവം കാണിച്ചെന്നും പെൺകുട്ടിയായി വളർത്തിയ ആ കുട്ടി കൃത്യമായി പെൺ സ്വഭാവം കാണിച്ചെന്നും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് എവറിത്തിങ് ഈസ് കണ്ടീഷൻ. സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്ന് തന്നെ അർത്ഥം. നമ്മൾ ഇപ്പോൾ അത് സോഷ്യൽ കൺസ്ട്രക്റ്റ് അല്ല എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അത് സോഷ്യൽ കൺസ്ട്രക്റ്റ് തന്നെയാണ്. നീ ഒരു പെണ്ണാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ ഇല്ലാതിരുന്നെങ്കിൽ ഞാനത് മറന്നു കളഞ്ഞേനെ, ഞാനത് മറന്നുപോയേനെ, എനിക്കത് ഓർമ്മയേ വരില്ലായിരുന്നു. എഴുത്ത് മാത്രമേ ഉള്ളൂ ഈ ലോകത്തുനിന്ന് എന്തെങ്കിലും ലിബറേഷൻ തരുന്നതായിട്ട്. ബാക്കി എങ്ങോട്ട് പോയാലും ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ജീവിതം ഭയങ്കര റെസ്ട്രിക്ഷൻസ്. അത്ര മോശമാണോ ഒരു സ്ത്രീ ജീവിതം? ആണോ? അല്ല, അത്രയ്ക്ക് വളരെ നന്നായിട്ടാണോ സിതാരയ്ക്ക് തോന്നിയിട്ടുള്ളത്? എനിക്കെപ്പോഴും ഇനി അടുത്ത ജന്മം ഉണ്ടെങ്കിൽ എനിക്കൊരു സ്ത്രീയായി ജനിക്കണം എന്ന് തന്നെ ആഗ്രഹമുള്ളൂ. ഒരിക്കലും ആഗ്രഹമില്ല. നിലവിലുള്ള സാഹചര്യത്തിൽ പ്രത്യേകിച്ചും BJP കേന്ദ്രം ഭരിക്കുന്നിടത്തോളം എനിക്ക് പുരുഷനാവാനാണ്. അതെങ്ങനെ പൊളിറ്റിക്സ് ആയിട്ട് ബന്ധപ്പെടാം? അല്ല, വലതുപക്ഷം എപ്പോഴും അങ്ങനെയാണ്. വലതുപക്ഷത്തിൻ്റെ ഒരു വിചാരധാര എപ്പോഴും സ്ത്രീയുടെ രണ്ടാം തരം പൗരത്വത്തിൽ അധിഷ്ഠിതമാണ്. അതത്ര എവിഡന്റ് ആണോ? ആയിക്കോളും. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന്റെ സമയത്ത്, നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് ഒരു കമന്റ് ഉണ്ടായിരുന്നു, എഴുത്തുകാർ ഓപ്പൺലി പൊളിറ്റിക്കൽ പാർട്ടീസിനെ എൻഡോസ് ചെയ്യാൻ പാടുണ്ടോ പാടില്ല എന്നുള്ളത്. KR മീര അടക്കം പല പൊളിറ്റീഷ്യൻസും എഴുത്തുകാരും അന്ന് N സ്വരാജിനെ എൻഡോസ് ചെയ്യും, മറ്റു പല എഴുത്തുകാരും ഓപ്പോസിറ്റായി സംസാരിക്കുന്നു. അതിനെക്കുറിച്ച് ഇപ്പം എന്താണ് പറയുന്നത്? എഴുത്തുകാർക്ക് അങ്ങനെ ഒരു ഇത്തരത്തിലുള്ള എഴുത്തുകാരല്ലേ? അല്ല, എഴുത്തുകാർ എന്ന രീതിയിൽ എന്നുള്ളതാണ്. അല്ല, എന്നുള്ള രീതിയിൽ എന്നല്ല ഉദ്ദേശിച്ചത്. ആസ് എ റൈറ്റർ എന്നാണ്. അതെന്തല്ല, റൈറ്റർ എഴുത്തുകാരല്ലേ? അല്ല, റൈറ്റർ ഒരു പൊളിറ്റീഷ്യൻ അല്ലേ? ഏത് കൃതിയിലാണ് ഒരു രാഷ്ട്രീയം ഇല്ലാത്തത്? രാഷ്ട്രീയം ഇല്ലാത്ത ഏത് കൃതിയുണ്ട്? ഏതെങ്കിലും ഒരു ഫെയറി ടെയിലുണ്ടോ രാഷ്ട്രീയം ഇല്ലാത്തതായിട്ട്? മനസ്സിലായി. കക്ഷി രാഷ്ട്രീയം എവിടുന്നാണ് വരുന്നത്? ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെയാണല്ലോ, ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് തന്നെയാണല്ലോ, അല്ലേ?
എന്തെങ്കിലും ഒരു വിശാല രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ആളുകളാണല്ലോ കക്ഷി രാഷ്ട്രീയക്കാർ. കക്ഷി രാഷ്ട്രീയക്കാർ അല്ലേ? മനീഷയ്ക്ക് മനസ്സിലായില്ലേ? മനീഷ ചോദിച്ചത് സി പി എമ്മിലോ അല്ലെങ്കിൽ കോൺഗ്രസ്സിലോ അംഗമാകാൻ രാഷ്ട്രീയ എഴുത്തുകാർക്ക് ഇതുപോലത്തെ election ഒക്കെ ഓപ്പൺലി കമ്മിങ് ഔട്ട് ഇൻ സപ്പോർട്ട് ഓഫ് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി. election വരുമ്പോൾ support അത് എത്ര ശരിയാണ്? അത് നാറ്റ്സികളുടെ കാലത്ത് അത് എത്ര ശരിയായിരുന്നു? റഷ്യൻ വിപ്ലവ കാലത്ത് അത് ഇത്ര ശരിയായിരുന്നു? ഫ്രഞ്ച് വിപ്ലവ കാലത്ത് അത് ഇത്ര ശരിയായിരുന്നു? ഇതൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യമല്ലേ? ഹിസ്റ്ററിയാണ് ഞാൻ പറഞ്ഞത്. അത് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്റ്റോറിയാണ് നാളത്തെ ഹിസ്റ്ററി അല്ലേ? അതുപോലെ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുമോ? നാസി ഭരണകൂടം അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹിസ്റ്ററി മാറ്റി എഴുതാനുള്ള ഒരു സമയമല്ലേ ഇപ്പൊ? ഏത് എക്സ്ട്രീം? ഇപ്പോഴത്തെ ഒരു ഹിസ്റ്ററി നമ്മളിപ്പോ ഇനി ജനറേഷനിൽ വരുമ്പോൾ എന്താ നമ്മൾ കൺവേ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? വാട്ട് എക്സാക്ട്ലി വാട്ട് വി വാണ്ട് ടു കൺവേ? എന്താണ് കൺവേ ചെയ്യുന്നത്? നാസി ഹിസ്റ്ററി ആണോ ഇനിയും കൺവേ ചെയ്യേണ്ടത്? അല്ല, നമ്മൾ നാസി ഹിസ്റ്ററി അല്ലേ ഇപ്പൊ കൺവേ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അല്ലാന്ന് വിചാരമുണ്ടോ? നമ്മൾ ഓരോ രീതിയിലും അതുമായിട്ട് സമരസപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? അതല്ലേ നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ ഭരണകൂടങ്ങളും നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനെ ഇപ്പോൾ കമ്പയർ ചെയ്യരുതെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഉണ്ടോ? എനിക്കറിയില്ല. ഞാൻ നേരത്തെ ചോദിച്ച സിതാരയുടെ ചോദ്യത്തിൻ്റെ കണ്ടിന്യൂഷൻ ചോദിക്കുന്നത്, ഈ മാതൃത്വം ഒരു ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സങ്കല്പമാണോ എന്ന് പറയാൻ പറ്റില്ല. മാതൃത്വം ഒരു ഭീഷണിയും ഒരു നിർബന്ധിത വളരെ കമ്പൽസറിയും ആകുമ്പോൾ അതൊരു പ്രശ്നമാണ്. കാരണം പലപ്പോഴും ഈ പറയുന്ന വുമൺഹുഡ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് മാതൃത്വത്തിന്റെ ഒരു തോളിലിരുന്നിട്ടാണ്. അതിന്റെ കൂടെ ബാക്ക്ഗ്രൗണ്ട് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയായിരുന്നോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതിൽ സ്ത്രീയെ ഒരു ഉപയോഗക്ഷമമായ, അതായത് അനന്തരാവകാശികളെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു കൃഷിയിടം മാത്രമായി കാണുകയായിരുന്നോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സ്വന്തം എക്സ്പീരിയൻസിൽ എങ്ങനെയാണ്? ഒരു അമ്മയാണല്ലോ, ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട്. ഞാൻ അമ്മയാകാൻ ആഗ്രഹിച്ച ഒരാളൊന്നുമല്ല. പിന്നെ ഞാൻ ചോദിച്ചു എല്ലാവരും അമ്മയാകുന്നു, എന്നാൽ ഞാനും കല്യാണം കഴിച്ചു, എന്നാൽ കുട്ടിയായിക്കളാം. അങ്ങനെയല്ല. എനിക്ക് കുട്ടിക്കാലത്തൊന്നും ഞാനൊരു കുട്ടിയെ വളർത്തുന്നതോ ഞാനൊരു നല്ല പേരൻ്റ് ആകുമെന്ന് എനിക്കൊരു ധാരണയുണ്ടായിരുന്നില്ല. ഞാൻ പലപ്പോഴും മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ആബ്സെൻറ്റ് മൈൻഡഡായ ഒരാളാണ്. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നതോ എഴുതിക്കൊണ്ടിരിക്കുന്നതോ വരച്ചുകൊണ്ടിരിക്കുന്നതോ ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാനൊരു നല്ല അമ്മയാകുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അമ്മയായപ്പോൾ ഞാൻ ആ അനുഭവത്തെ പുതുതായിട്ട് കണ്ടു. എന്നുവെച്ചാൽ അമ്മയായിരുന്നില്ലെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അമ്മയായിരുന്നില്ലെങ്കിൽ ഒരു കുട്ടി രക്ഷപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചേ. അമ്മയാകുന്നത് പല രീതിയിൽ 9 മാസം ഈ ഭാരം ചുമന്ന് നടക്കുന്ന തന്നെ വലിയ അതിനുശേഷവും ഉറക്കമില്ലാത്ത എത്രയോ രാത്രികൾ, വേദനകൾ, ശരീരത്തിലെ വേദനകൾ, ഇതൊന്നും അനുഭവിക്കാത്ത ചില പുരുഷന്മാരിരുന്നിട്ട് ഇപ്പോഴൊക്കെയാണ് ഗർഭം രോഗമായത്. പണ്ടൊക്കെയുള്ള എൻ്റെ അമ്മ നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് പ്രസവിച്ചത് എന്നൊക്കെ പറയുന്നത്. ഇതൊരു വല്ലാത്തൊരു ഇതല്ലേ? ഒരു സ്ത്രീയുടെ ശരീരത്തിലെ മുഴുവൻ ഹോർമോണുകളും അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ തലകീഴ് മറിയുന്നൊരു സംഗതിയല്ലേ? എനിക്ക് പേടി എന്ന് പറയുന്നൊരു വികാരം ഉണ്ടാകുന്നത് ഞാൻ ഗർഭിണിയായിരിക്കുമ്പോഴാണ്. അതായത് എൻ്റെ ഉള്ളിലൊരു ജീവനുണ്ടെന്നും ഇത് എൻ്റെ ഉത്തരവാദിത്വമാണെന്നും എനിക്ക് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സ്റ്റാമിന എനിക്കുണ്ടോ എന്നും എൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു പിഴവ് കൊണ്ട് ഈ കുഞ്ഞ് ജീവിതകാലം മുഴുവൻ എന്തെങ്കിലും ഒരു പോരായ്മ അനുഭവിക്കുമോ എന്നുള്ള അതിഭയങ്കരമായ ഭയം രണ്ടാമതൊന്ന് പ്രസവിക്കാനുള്ള ധൈര്യം പോലും ഇല്ലാതാക്കി. ഈ ലിമിറ്റേഷനെ മറച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ മറികടക്കാനോ വേണ്ടിയിട്ടാണോ മാതൃത്വത്തെ ഒരു വലിയ ഉദാത്ത സങ്കല്പമായിട്ടാണ്? ഇങ്ങനത്തെ തിയറിയൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ അതിലൊന്നും എനിക്ക് ഉത്തരവില്ല. ഇതൊക്കെ വലിയ ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയൻസ്, ജെൻഡർ സ്റ്റഡീസ് ഒക്കെ പഠിച്ച ആളുകൾ പറയേണ്ടതാണ്. നമ്മൾ പറയാനുള്ള ഇത്ര കാര്യമുള്ളൂ. മാതൃത്വം എന്ന് പറയുന്നത് ഒരു വലിയ കള്ളത്തരമാണ്. ഈ മാതൃത്വത്തെ ഇങ്ങനെ ആഘോഷിക്കുന്നത്, ഗ്ലോറിഫൈ ചെയ്യുന്നത്. ഒരു സ്ത്രീയുടെ മുഴുവൻ ജീവിതത്തെയും
ഈ മാതൃത്വം എന്ന അല്ലെങ്കിൽ പ്രത്യുൽപാദനം എന്ന ഒറ്റ പ്രക്രിയയിലേക്ക് തളച്ചിടാൻ ഓരോ സൊസൈറ്റിയും ആവിഷ്കരിച്ച ചില സംഗതികളുടെ ഒരു ആകത്തുകയാണ് ഈ മാതൃ ദൈവമെന്ന ഒരു കാഴ്ചപ്പാടിലുണ്ടാകുന്നു. ഉറപ്പായും ഒരു കാലത്ത് ആൾബലം ആവശ്യമുണ്ടായിരുന്ന കാലത്ത് പ്രസവിച്ച് തന്നെയല്ലേ ആളിനെ കൂട്ടാൻ പറ്റുള്ളൂ. ഈ ഒരു സ്പീഷ്യസിന് ഒരു ഗ്രൂപ്പിൽ ആൾ കൂടണമെങ്കിൽ അവിടെ കൂടുതൽ പ്രത്യുൽപാദനം നടക്കണം. അപ്പോൾ പ്രത്യുൽപാദനത്തിലേക്ക് സ്ത്രീകളെ തയ്യാറെടുപ്പിക്കുന്നതിനും അവരെ അതൊരു വലിയ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയായി പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനും ഉള്ള കണ്ടീഷനിങ് അന്ന് നടന്നിരുന്നു. അത് തുടർന്നുകൊണ്ടേയിരുന്നു. അതിനപ്പുറം ഒരു സ്ത്രീക്ക് അതിൽ എത്രമാത്രം സ്ത്രീക്ക് ആ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം എത്രയുണ്ട് എന്ന് ചോദിക്കുന്നിടത്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നതും സ്ത്രീകൾ തന്നെയല്ലേ? സ്ത്രീ സമൂഹമല്ലേ ഇതിനെ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണെങ്കിൽ ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയല്ലേ? കുടുംബം ആർക്കാണ് ആവശ്യം? ചെയ്യുന്നതിൽ സ്ത്രീ സമൂഹത്തിനുള്ളൊരു ഉത്തരവാദിത്വമില്ലേ? നിങ്ങൾ ഈ പറയുന്നത് എല്ലാ കുറ്റവും സ്ത്രീകളുടേതാണ് അല്ലേ? പുരുഷന്മാർ ഇല്ല, ഇത് പറയുമ്പോൾ പുരുഷന് യാതൊരു ഉത്തരവാദിത്വം ഈ സമൂഹത്തെ സംബന്ധിച്ചില്ല, ഈ സോഷ്യൽ സ്ട്രക്ചർ മാറ്റുന്നത് സംബന്ധിച്ചില്ല, ഇതിൽ മൈൻഡ് സെറ്റ് മാറ്റുന്നത് സംബന്ധിച്ചില്ല, മാതൃത്വത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നത് സംബന്ധിച്ചില്ല. ഒരു പ്രശ്നം ഒന്നിലും പാവം പുരുഷൻ ഒന്നുമില്ല, കൈ കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാ കുറ്റവും സ്ത്രീകളുടെ കുറ്റമാണ് അല്ലേ? മാതൃത്വത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നതിൽ സ്ത്രീ സമൂഹത്തിന് വലിയൊരു പങ്കില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. സ്ത്രീ സമൂഹത്തിന് വലിയൊരു പങ്കില്ലേ എന്നുള്ളതിൻ്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. എന്നാണ് ഈ സ്ത്രീ സമൂഹം ഉണ്ടായത്? ഇന്നിവിടെ ഒരു സ്ത്രീ സമൂഹം ഉണ്ടോ? സമൂഹം പുരുഷൻ്റേതാണ്. സ്ത്രീ ഓരോ സമൂഹത്തിലെ ഓരോ അംഗത്തിൻ്റെ വീട്ടിൽ അടച്ചിടപ്പെട്ട ഒരു ആളാണ് സ്ത്രീ. ഈ വീട്ടിലെ പുരുഷൻ്റെ ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും അയാളുടെ തീരുമാനങ്ങളുമാണ് ആ സ്ത്രീ നടപ്പാക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചോദിച്ചു നോക്കുമ്പോൾ സ്ത്രീ എന്നൊരു സമൂഹം ഇല്ല. സ്ത്രീ ഇന്നും ഒരു സാമൂഹിക ജീവിയല്ല. സ്ത്രീകൾ ഒന്നിച്ചുകൂടി അവരുടെ മീറ്റിങ്ങുകൾ നടത്തുകയോ അവരുടെ ജീവിതം സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുകയോ അത് സംബന്ധിച്ച് നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റിൽ പോവുകയോ ചെയ്യുന്നില്ല. അവരുടെ തുല്യ പ്രാതിനിധ്യം പോലും ഇന്നും നടപ്പായിട്ടില്ല. എന്നിട്ട് ഞാൻ ചോദിക്കുന്ന ലജ്ജയില്ലേ ഒരു ജേർണലിസ്റ്റിന് എന്നോട് ചോദിക്കാൻ സ്ത്രീ സമൂഹം ഇത് സമ്മതിച്ചിട്ടല്ലേ എന്ന്? സ്ത്രീക്ക് അക്ഷരം കിട്ടിയതെന്ന് തോന്നുന്നതാണ്. പ്രിവിലേജ് ഇല്ലാത്തൊരു സ്ത്രീ എന്ന് തൊട്ടാണ് പഠിച്ചു തുടങ്ങിയത്, എന്ന് തൊട്ടാണ് വായിച്ചു തുടങ്ങിയത്, എന്ന് തൊട്ടാണ് ഒരു നേർക്ക് നേരെ നിന്ന് സംസാരിച്ചു തുടങ്ങിയത്, എന്ന് തൊട്ടാണ് വാതിൽപ്പടി മറഞ്ഞു നിൽക്കാതെ പൂമുഖത്തേക്ക് ഇറങ്ങി സംസാരിച്ചു തുടങ്ങിയത്. എന്നിട്ട് സ്ത്രീ സമൂഹമല്ലേ എന്ന് ചോദിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? അത് വളരെ ക്രൂരമല്ലേ ആ ചോദ്യം എന്നാണ് എൻ്റെ ചോദ്യം. അനിലിന്റെ ചോദ്യം വേറൊരു രീതിയിൽ പറഞ്ഞ പേട്രിയാർക്കിയുടെ വിക്ടിംസ് ആണല്ലോ പേട്രിയാർക്കിയുടെ വിക്ടിംസ് ആണ് സ്ത്രീകളെന്ന് പറയുന്നത് ആരാണ്? പാട്രിയാർക്കി ഇത്രയും നാളും എന്ന് പറയുന്നത് പാട്രിയാർക്കി ഇത്രയും നാളും പരിപോഷിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനായിട്ട് സ്ത്രീയെ ടൂളാക്കിയ പുരുഷന്മാരാണ് ഇത് ചോദിക്കുന്നത്. ഞാൻ ജേർണലിസ്റ്റ് അല്ല, ഞാൻ എഴുത്തുകാരിയാണ്. പൊതുവെ പുരുഷന്മാരോടൊരു എന്താ പറയാ ഇങ്ങനെയാണ് പറയുന്നത്. എനിക്ക് പുരുഷ വിദ്വേഷമുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം കേൾക്കുമ്പോൾ എങ്ങനെ വിദ്വേഷം അല്ല പൊതുവെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ, ഒരു ഉത്തരവാദിത്വം എടുക്കാതെ, ഒരു ബ്ലെയിം ഏറ്റെടുക്കാതെ, ഒരു കാര്യത്തിന്റെ അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെ എനിക്ക് പുരുഷ വിദ്വേഷം ഇല്ലാതിരിക്കും? പക്ഷെ ഇങ്ങനെ പറഞ്ഞ് എന്നെ വിദ്വേഷിയാക്കരുത്. എനിക്ക് സത്യത്തിൽ പുരുഷനോ സ്ത്രീയോ എന്നുള്ളൊരു വ്യത്യാസമേ എനിക്കില്ല. പുരുഷൻ, സ്ത്രീ, ക്രിയർ, ഞാൻ എല്ലാ മനുഷ്യരെയും മനുഷ്യരായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു.